ഒത്തിരി നാളായി. കേൾക്കാം പാസ്റ്റേ. ഓക്കെ, മീറ്റിംഗ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അതുപോലെ മലയാളത്തിൽ അങ്ങനെ അധികം ഒത്തിരി നാളായി പ്രസംഗിച്ചിട്ട്. അപ്പം ഏതെങ്കിലും വാക്കുകളൊക്കെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക. നിങ്ങളോടൊത്തുനിന്ന് രാത്രി ഇങ്ങനെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും ഫാസ്റ്റിങ്ങിലും പ്രാർത്ഥനയിലും വായിക്കുന്നതിനും ഓർത്തിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എല്ലാ ദിവസവും ഫാസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല, പക്ഷെ പാർഷ്യലായിട്ട് ചില ദിവസങ്ങളെല്ലാം ഫാസ്റ്റിങ്ങിലായിരുന്നു. താങ്ക് യു ലോർഡ്. ഇന്ന് എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് സഹോദരി പറഞ്ഞതുപോലെ ഒരു ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടൊരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നതും അതിനുശേഷം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം അനേകരെ ആ വിഷയത്തിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് ഒരു പരിശുദ്ധാത്മാവിൽ നിന്നൊരു ഗൈഡൻസ് ഉണ്ടായത്. ഞാൻ വിശ്വസിക്കുന്ന ഇന്നത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെയും ജീവിതത്തിൽ അത് വലിയൊരു ബ്രേക്ക് ത്രൂവിന് കാരണമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ആദമിനെ ദൈവം സൃഷ്ടിക്കുകയും ഏദൻ തോട്ടത്തിൽ, ഗാർഡൻ ഓഫ് ഏഡനിലായിരുന്നപ്പോൾ ആദമിനുണ്ടായിരുന്ന ഒരു എന്താ പറഞ്ഞ അധികാരം, ഒരു നമ്മളതിനെ മലയാളത്തിൽ എന്താ വാക്ക് പറയുക, ഡൊമീനിയൻ എന്ന ഇംഗ്ലീഷ്, മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ വാഴ്ച എന്ന് പറയാം. സകല സൃഷ്ടികളുടെ മേലും വാഴുവാനായിട്ട്, പ്രധാനമായിട്ടും സൃഷ്ടികളുടെ മേലാണ്, ദൈവത്തിന് മേലോ മറ്റു കാര്യങ്ങളല്ല, ദൈവം സൃഷ്ടിച്ചതിൻ്റെ മുകളിൽ വാഴുവാനായിട്ട് ആദമിന് വലിയ ഒരു അധികാരം കർത്താവ് നൽകിയിരുന്നു. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും. അവർ പാപം ചെയ്ത് വീണതിന് ശേഷം ആ കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ മാറിപ്പോകുന്നതായിട്ടും, പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്ന എല്ലാ ദിവസവും വൈകിട്ട് ദൈവം അവരുമായിട്ട് നടക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. കർത്താവുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, ഒരു ആഴമേറിയ ബന്ധം പിന്നീട് തോട്ടത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം അവരത് വീണ്ടും ചെയ്യാനായിട്ട് എവിടെയും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നീട് കൈനും ആബേലും ഒക്കെയാണ് ഒരു വർഷിപ്പ്, ഒരു യാഗം ആ ഒരു കാര്യത്തിലേക്ക് പിന്നെ വളരെ നാളുകൾക്ക് ശേഷമാണ്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ആ ഒരു അനുഭവത്തിൽ നിന്ന്, വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് അവർ വീണുപോയി. അപ്പൊ ദൈവം ശരിക്കും മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം തന്നെ അങ്ങനെ വാഴുവാനായിട്ടാണ്, മറ്റുള്ളവരുടെ മുകളിലല്ല. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ക്രിയേഷനായ പ്രകൃതിയുടെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെയും അങ്ങനെ പല കാര്യങ്ങളുടെ മുകളിൽ വലിയ അധികാരത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. പക്ഷേ നമ്മൾ ഇന്ന് അങ്ങനെ പലരും ആ ഒരു അനുഭവത്തിൽ അല്ല ആയിരിക്കുന്നത്. നമുക്കത് വീണ്ടും കാണാൻ പറ്റും. രണ്ടാമത്തെ ആദമായ കർത്താവ് യേശുക്രിസ്തു ഇപ്പൊ എന്താ പറഞ്ഞ ആ ഗ്രേറ്റ് കമ്മീഷനിലൊക്കെ അവസാനം, മത്തായിയുടെ സുവിശേഷം അവസാനത്തിൽ നമ്മൾ കാണുന്നു, സകലത്തിനും എന്താ പറഞ്ഞ അധികാരം കൊടുക്കുകയാണ് അവരെ. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇപ്പൊ ഈ അതോറിറ്റി എന്ന് എന്ന വാക്ക് എന്താ, എക്സോഷ്യ എന്ന പദം, നമ്മളത് പലപ്പോഴും ഈവൻ ബൈബിൾ ട്രാൻസ്ലേഷനുകളിലൊക്കെ അത് പലയിടത്തും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സോഷ്യ എന്ന ഡുനാമിസ്, അതോറിറ്റിയും പവറും, അധികാരവും ശക്തിയും. നമ്മൾ വളരെ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വളരെ അനോയിന്റിങ് പവറിന് വേണ്ടിയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും, എന്നാൽ അധികാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളിൽ നിന്ന് റിസീവ് ചെയ്യേണ്ടതാണ്. കർത്താവ് നമുക്ക് അധികാരത്തെ തന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം പല മേഖലകളിലും അധികാരമില്ലാതെ പലതിനോടും നമ്മൾ പരാജയപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു പ്രധാന കാരണം, ഇതങ്ങനെ അധികം ഈ വിഷയം അങ്ങനെ മറ്റ് പലരും ഷെയർ ചെയ്ത് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. പക്ഷേ ഇത് കർത്താവ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സിലാക്കി തന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ഡീമണിക് സ്പിരിറ്റ് ആണ്. അതിന് നമുക്ക്
എന്താ ഇംഗ്ലീഷിൽ അതിന് വിക്ടിം സ്പിരിറ്റ് എന്ന് പറയും. മലയാളത്തിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇര ഇരയായി പോകുന്ന ഒരു അനുഭവം. ഇന്ന് രാത്രി അതാണ് ആ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളത് ശ്രദ്ധയോടെ നിങ്ങളുടെ സ്പിരിറ്റിൽ അത് റിസീവ് ചെയ്തിട്ട് നമ്മളെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ത്രൂയിലേക്ക് വരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിക്ടിം സ്പിരിറ്റ് നമ്മളിൽ ആദ്യമേ ഞാനത് ക്ലിയർ ചെയ്യട്ടെ. പലർക്കും സംശയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒത്തിരിയും തർക്കങ്ങളും ആർഗ്യുമെന്റ്സും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ ഡീമൺസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വിഷയം. പക്ഷെ നമുക്കറിയാം, നമ്മൾ പലരും ക്രിസ്തീയ ജീവിതത്തിൽ വന്നതിന് ശേഷവും സ്നാനപ്പെട്ടതിനൊക്കെ ശേഷവും പലരും പല മേഖലകളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിൾസ്, പലരും വീക്ക്നെസ് എന്നോ ബലഹീനത എന്നോ ഒക്കെ പറയും. പക്ഷെ നമ്മളത് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. നിങ്ങളത് സമയമെടുത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വേണമെങ്കിൽ ആ വാക്യം വായിച്ച് അത് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. റോമാലേഖനം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായമൊക്കെ വളരെ പ്രധാനപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ അത് ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട, ഡെലിവറൻസ് എന്ന് മാത്രമല്ല, ഒരു കർത്താവിലുള്ള ആത്മാവിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പഴയ മനുഷ്യനെ സ്നാനമാണ് 6-ാം അധ്യായത്തിൽ ടച്ച് ചെയ്യുന്നത്. പഴയ മനുഷ്യനെ അടക്കിയിട്ട് പുതിയ മനുഷ്യനിൽ ജീവിക്കുന്ന ന്യൂ ക്രിയേഷനെ കുറിച്ച് അവിടെ പറയുന്നു. അപ്പൊ ഈ 6-ാം അധ്യായം അതിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, എൻ്റെ ഇംഗ്ലീഷ് ബൈബിളായിരിക്കുന്ന, നിങ്ങൾക്ക് ആർക്കെങ്കിലും മലയാളത്തിൽ വേണമെങ്കിൽ വായിച്ചൊന്ന് സഹായിക്കാം. റോമാലേഖനം 7:24. അയ്യോ, ഞാൻ യരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇവിടെ അപ്പോസ്തലൻ, വലിയ ദൈവം ശക്തമായി ഉപയോഗിച്ച പൗലോസ് അപ്പോസ്തലൻ നിലവിളിക്കുകയാണ്. എന്താ തന്നെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്, ഓ wretched man that I am, who will deliver me from this body of death? ഡെലിവർ മീ, ഡെലിവറൻസിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നത്. അപ്പം പൗലോസിന്റെ ജീവിതത്തിൽ പോലും തനിക്കത് സ്ട്രഗിൾ ചെയ്തു, അല്ലെങ്കിൽ എന്നിട്ട് അതിന്റെ ആൻസറാണ് അടുത്ത അധ്യായം തുടങ്ങുന്നത്. കർത്താവിൽ നമുക്കതുണ്ട്, ജയമുണ്ട് എന്ന് പറയുന്നത്. ഐ താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. സോ ദെൻ വിത്ത് മൈ മൈൻഡ് ഐ മൈസെൽഫ് സെർവ് ദ ലോ ഓഫ് ഗോഡ്. ഇവിടെ ബേസിക്കലി എന്താ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തൻ്റെ അവയവങ്ങളിൽ അതിൻ്റെ 23-ാമത്തെ വാക്യം, 23-ാമത്തെ മേ ബി 21 മുതലൊന്ന് വായിച്ചു. 21, 22, 23 വാക്യങ്ങളിലൂടെ വായിച്ചു. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള അപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പൊ ഇവിടെ ഇത്ര വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ എതിർക്കുന്നവരോട് ആർഗ്യൂ ചെയ്യാനായിട്ടൊന്നും അല്ല. ഇതിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇതാണ്. നമ്മുടെ അവയവങ്ങളിൽ, ഇപ്പൊ നമ്മൾ ഈ ഡെലിവറൻസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പല ഡീമൺസ് അല്ലെങ്കിൽ ഡീമണിക് സ്പിരിറ്റ് ചില അവയവങ്ങളിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇപ്പം ഡെലിവറൻസ് നടക്കുമ്പോൾ അറിയാം, ചില അവയവങ്ങളിൽ നിന്ന് അത് വിട്ടുപോകുന്നതായിട്ട് അനുഭവപ്പെടുകയും, കൈകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഗോസിപ്പ് പറയുന്നവരെ കുറിച്ച്, ഗോസിപ്പ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ആവശ്യമില്ലാതെ ഒത്തിരി സംസാരിച്ച് അങ്ങനെയുള്ള ഒരു അതൊരു സ്പിരിറ്റ് ആണ് എങ്കിൽ ആ ഡെലിവറൻസ് നടക്കുമ്പോൾ അവർ മിക്കവാറും അവരുടെ നാവിൽ നിന്നായിരിക്കും അത് വിട്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ അത് ഒരു പോയിന്റ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റും അവയവങ്ങളിൽ.
ഈ പൗലോസ് അവിടെ ക്രൈ ചെയ്യാണ്, തനിക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ 8-ാം അധ്യായത്തിൽ കാണുന്നു, കർത്താവിൽ ആ ജയം നമുക്കുണ്ട്, കർത്താവിൽ ഉള്ള ജയകരമായ ജീവിതത്തെക്കുറിച്ച് അവിടെ സംസാരിക്കണം. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ ഒരു സ്പിരിറ്റ്, വിക്ടിം സ്പിരിറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇരയായി പോകുന്ന അനുഭവം, ഈ ഒരു വിഷയമാണെന്ന് സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ, അപ്പൊ ഈ സ്പിരിറ്റിനെ കുറിച്ച് ഒത്തിരി ബൈബിൾ വാക്യങ്ങൾ എടുത്ത് അത് പ്രൂവ് ചെയ്യാനായിട്ട് എന്താ പറയുക, ബൈബിളിൽ നിന്ന് നമ്മൾ പറയുവാണെങ്കിൽ വേണമെങ്കിൽ ഒരു സ്ലേവറിയെ കുറിച്ച് വേണം നമുക്ക് പറയാം. ഇസ്രായേൽ അടിമത്തത്തിലായിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതൊരു ശരിക്കും ഒരു ഇസ്രായേലിന് ഡെലിവറൻസ് ആവശ്യമായിരുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് നോക്കാം. പക്ഷെ ഇത് ഇന്ന് ജസ്റ്റ് ഇതിന്റെ മാർക്കേഴ്സ്, ഇത് ഒരാളിൽ ഉണ്ടെങ്കിലുള്ള ലക്ഷണങ്ങൾ മാത്രം ഷെയർ ചെയ്ത് അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. അതായത് പ്രധാനമായിട്ടൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ, ഹസ്ബൻഡോ വൈഫോ ഭയങ്കരമായിട്ടും അബ്യൂസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മറ്റേ ആളെ വാക്കുകൾ കൊണ്ടോ ശാരീരികമായോ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അത് ഏൽക്കുന്ന ആള് പ്രധാനമായിട്ടും ചിലപ്പം ഭാര്യയായിരിക്കും. അത് റിസീവ് ചെയ്യുന്ന ആള് അത് ഇരയായി പോയാണ് അവിടെ. അപ്പൊ ഇരയായിട്ട് അതൊന്നും സാരമില്ല, ഇത് എന്റെ കുഴപ്പമാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബുള്ളിങ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഭയങ്കരമായിട്ടും ഓരോ പേര് വിളിച്ച് കളിയാക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ട് വെർബൽ അബ്യൂസ്, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നേരിട്ട് പോകുന്ന ഒരു വ്യക്തി. അത് ഇതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഈ വിക്ടിം സ്പിരിറ്റിന്. അപ്പോൾ ഒത്തിരി പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ആ പല ലക്ഷണങ്ങൾ നോക്കാം. അപ്പൊ ഈ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അതിൽ ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതിനൊരു സാധ്യത ഈ ഒരു സ്പിരിറ്റ് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഡെലിവറൻസിലേക്ക് വരും. അപ്പൊ ഇതൊരു വർഷങ്ങളായിട്ട് ഒരാളിൽ വിക്ടിം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, അപ്പൊ ആ സ്പിരിറ്റ് മാത്രമല്ല, അയാളിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഇപ്പം 6, 7, 10 വർഷങ്ങൾ ഈ ഒരു സ്പിരിറ്റിന്റെ അണ്ടറിലാണെങ്കിൽ, ഈ ഡെലിവറൻസ് നടന്നാലും അതിനുശേഷവും ഈ വ്യക്തിയിൽ ആ മൈൻഡ് സെറ്റ് മാറേണ്ട ആവശ്യമുണ്ട്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് മാറിയിട്ട് നമ്മളെ ഡൊമീനിയൻ മൈൻഡ് സെറ്റിലേക്ക്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിലേക്ക്, വാഴുവാനുള്ള അധികാരത്തിലേക്ക് നമ്മൾ അതിന് സമയമെടുക്കും. അത് നമ്മൾ തന്നെ, അതാണ് ദൈവവചനം പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത്. നമ്മൾ തന്നെ ദൈവവചനങ്ങൾ നമ്മുടെ ഐഡന്റിറ്റിയെക്കുറിച്ചും നമുക്ക് കർത്താവിലുള്ള ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കി അത് നമ്മൾ തന്നെ അത് മനസ്സിലാക്കി അതിൽ വളരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ നമ്മളതിന് ഇംഗ്ലീഷിൽ കമ്മിങ് ടു ഓപ്പോസിറ്റ് സ്പിരിറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഒരു വിക്ടിം സ്പിരിറ്റിൽ വളരെ ഇരയായി പോയിരുന്ന് ജീവിച്ചിരുന്ന ഒരാൾ അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമുക്കൊരു വാക്യം വായിക്കാം. അതെങ്ങനെയാണ് ഈ ഓപ്പോസിറ്റ് സ്പിരിറ്റിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതിന്റെ 27-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. എഫേസ്യ ലേഖനം 4:27 ഒരാൾക്ക് വായിക്കാം. രാജിന് ഇടം കൊടുക്കരുത്. അടുത്ത 28 വായിച്ചു. കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്രയേ വേണ്ടത്. കേൾക്കുന്നവന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ. അത്ര മതി. അപ്പൊ ഈ ഓപ്പോസിറ്റ് സ്പിരിറ്റിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഒരാളുടെ ജീവിതത്തിലെ ഉണ്ടായിരുന്ന ബലഹീനത എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക. അപ്പൊ അത് ഡെലിവറൻസ് നടന്നു കഴിയുമ്പോൾ വിമോഷണത്തിന് പിന്നിലൊക്കെ അങ്ങനെ ചിലരുടെ സ്വഭാവമാണത്. പക്ഷെ ചിലർക്ക് ആ ഒരു ഡീമണിക് ഇൻഫ്ലുവൻസിൽ അത് സംഭവിക്കാം. അപ്പൊ ആ ഡെലിവറൻസ് നടന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഈ സംഖ്യ അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ആദ്യം മോഷ്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ
പുള്ളി ഒരു നെഗറ്റീവ് നമ്പറിലായിരിക്കും, അല്ലെങ്കിൽ -80 100 ആയിരുന്നിരിക്കും. ഇപ്പൊ ഈ ഡെലിവറൻസ് കഴിയുമ്പോൾ മൈനസിൽ നിന്ന് 0 വരെ വരും. ഇപ്പൊ 0-യിൽ നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ, അതാണ് ആ വാക്യം പറയുന്നത്. അത് ഒന്നുകൂടെ നമുക്ക്, മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇനി മോഷണം നിർത്തിയത് കൊണ്ട്, എന്താ പറഞ്ഞ, അയാള് ഡെലിവറൻസ് നടന്നു, മോഷണം നിർത്തി, അതിനുശേഷവും അദ്ദേഹം 0-യിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ, ആ അതോറിറ്റിയിലേക്ക് വരണമെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്സോഷിയാന് ഡുനാമിസ്, അതോറിറ്റിയും പവർ, ദൈവത്തിൽ നിന്നുള്ള അധികാരത്തിലേക്കും ശക്തിയിലേക്കും വരണമെങ്കിൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞതുപോലെ, ഈ ഓപ്പോസിറ്റ് സ്പിരിറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മോഷ്ടിച്ചുകൊണ്ടിരുന്ന വ്യക്തി മോഷണം നിർത്തിയത് മാത്രമല്ല, അതിനുശേഷം താൻ സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്തിട്ട് ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു. അന്നേരമാണ് പോസിറ്റീവ് നമ്പേഴ്സിലേക്ക് അദ്ദേഹം കയറുന്നത്, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ അതോറിറ്റി വർദ്ധിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. മലയാളത്തിലേക്ക് എല്ലാവർക്കും കിട്ടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതായത് മോഷണം അല്ലെങ്കിൽ വേറൊരു സ്വഭാവം, വേറെ ഉദാഹരണം പറഞ്ഞ വളരെയധികം പേര് അഡിക്റ്റഡ് ആയിരിക്കുന്ന ഒരു മേഖലയാണ് പോർണോഗ്രാഫി. ആവശ്യമില്ലാത്ത വീഡിയോകളും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ട് വളരെ അഡിക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി ഡെലിവറൻസ് നടന്നു കഴിയുമ്പോൾ അത് കാണുന്നത് ചിലപ്പോൾ നിർത്തിയേക്കും. പക്ഷെ അദ്ദേഹം അതിനകത്ത് അതോറിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തന്റെ സമയം, ഒത്തിരി വീഡിയോ കണ്ട് സമയം കളഞ്ഞിരുന്ന ആളാണെങ്കിൽ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അതിനകത്താണ് ഈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ആ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ആഹാരം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒത്തിരി സമയം ആവശ്യമില്ലാതെ സീരിയലുകളും ഡ്രാമയും അങ്ങനെയൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സമയം കളയുന്നവരാണെങ്കിൽ അതിനകത്തൊരു 3 മാസത്തേക്ക് ഒരു ഫാസ്റ്റിംഗ്, 90 ദിവസം അത് കാണാതെ ഇരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ അധികാരം, അതോറിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പൊ ഈ വിക്ടിം സ്പിരിറ്റ് ഒരാളിൽ ഉണ്ടെങ്കിൽ ഉള്ള ചില മാർക്കേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു മേഖലയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1-2 സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. ഈ ഉദാഹരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് ഈ വിക്ടിം സ്പിരിറ്റ് ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര മറ്റുള്ളവരെ ഞാൻ ബുദ്ധിമുട്ടിക്കുമോ എന്ന് ഭയങ്കര തോന്നലായിരിക്കും. ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ ക്യൂ നിൽക്കുവാണെന്ന് വെച്ചാൽ, ലൈനായിട്ട് നിൽക്കുവാണ് എന്തെങ്കിലും മേടിക്കാൻ, ടിക്കറ്റ് എടുക്കാനോ. അപ്പം 2 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ലൈൻ ചെറിയ ലൈനും ഒന്ന് വലിയ, ഇപ്പൊ ഏതെങ്കിലും കടകളിലോ സാധനം മേടിക്കാനായിട്ട് ലൈനായിട്ട് നിൽക്കുക. അപ്പൊ ഈ 2 ലൈനിൽ ഒരു ലൈൻ ചെറിയ ലൈനാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റോ സാധനമോ മേടിച്ചിട്ട് തിരിച്ചു പോകാം. പക്ഷെ നമ്മൾ ആ വലിയ ലൈനിലുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് ആ വലിയ ക്യൂവിന് പുറകിൽ നിൽക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇത് എക്സാമ്പിൾസ് പറയുകയാണ്. ഇത് ഈ ഒരു സ്പിരിറ്റ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ചില മാർക്കേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നു, മറ്റുള്ളവരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ, അതായത് വളരെ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും നമ്മളെക്കുറിച്ച്. നമുക്ക് എന്താ പറഞ്ഞേ, ഈ നേരത്തെ പറഞ്ഞ പോലെ ദൈവം എന്നെ തൻ്റെ ഛായയിൽ, തൻ്റെ ഇമേജിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമില്ലാതെ നമ്മളെക്കുറിച്ച് തന്നെ ലോ സെൽഫ് എസ്റ്റീം, നമ്മൾ വില കുറഞ്ഞ് കാണുന്ന ഒരു അനുഭവമായിരിക്കും നമുക്ക് എപ്പോഴും. വേറെ 1-2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. ഇത് ഈ മാർക്കേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഒരെണ്ണം എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ക്രിസ്ത്യൻ വേർഡല്ല, പക്ഷെ എപ്പോഴും നമ്മളൊരു ബാഡ് ലക്ക് ഉള്ള പോലെ ആയിരിക്കും. എവിടെ ചെന്നാലും ചെറിയ എന്താ ഇംഗ്ലീഷിലെ സെയിങ്, ബിറ്റ്വീൻ ലിപ്പ് ആൻഡ് കപ്പ്, നമ്മുടെ കപ്പിനും ചുണ്ടിനും ഇടയിലെന്ന പോലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആക്സിഡന്റ്. ഇപ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ ന്യൂസ് വായിക്കാറില്ലേ, ഇപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി പോകുമ്പം ഡോക്ടർ അറിയാതെ, ഇപ്പൊ ഇടത്തെ കാലിനാണ് സർജറി എങ്കിലോ അറിയാതെ വലത്തെ കാലം ഓപ്പറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താ, അതായത് ബാഡായിട്ടുള്ള സർവീസ് ആയിരിക്കും. നമ്മളൊരു ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. വേറൊരു
മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമില്ലാതെ ഫൈനുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ട്രാഫിക് ഫൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അത് ഒരിക്കലും അത് നമുക്ക് ഒഴിവാക്കാവുന്നതായിരുന്നു, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫൈനുകൾ വന്നുകൊണ്ടിരിക്കും. വേറെ ഒന്ന് രണ്ട് ലക്ഷണങ്ങളോടെ നോക്കാം. ഇപ്പം നമ്മൾ ഒരാളെ ഒരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്തുണ്ടെങ്കിലും അവരായിരിക്കത്തില്ല നമ്മുടെ ആ ജോലി ചെയ്യാനായിട്ട്. പെയിന്റിങ്ങോ എന്തെങ്കിലും റിപ്പയർ വർക്കുകൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മോശമായിട്ടുള്ള ഒരാളായിരിക്കും നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു ഇതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിലുണ്ടാകുന്ന. ഇപ്പം വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ അവസാനം ഭാര്യ പോയിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞ് പോലീസ് വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് തോന്നും, ഓ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ കേസ് ക്യാൻസൽ ചെയ്ത് പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്ന് പുള്ളി വീണ്ടും ഉപദ്രവം തുടങ്ങും. ഇതിന്റെ അപ്പൊ ഈ വിക്ടിം സ്പിരിറ്റ് എന്നുള്ളതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിക്ടിം സ്പിരിറ്റ് ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഈ സ്പിരിച്വൽ റേമിൽ നടക്കുന്ന കാര്യമാണ്. ആത്മമണ്ഡലത്തിൽ ഈ വിക്ടിം സ്പിരിറ്റ് ഉള്ള ഒരാൾ എവിടെ പോയാലും, എവിടെ ജോലിക്ക് ചേർന്നാലും, എവിടെ ചെന്നാലും ഈ സ്പിരിറ്റ് ഇങ്ങനെ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഒരു യെല്ലോ ലൈറ്റ് പോലെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആണ് പ്രൊഡേറ്റർ സ്പിരിറ്റ് എന്ന് പറയും. പ്രൊഡേറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് വേട്ടക്കാരൻ എന്ന് വേണേൽ പറയാം. വേട്ടക്കാരനും ഇരയും. അപ്പൊ ഈ പ്രൊഡേറ്റർ സ്പിരിറ്റ് ഉള്ള ആൾക്കാര് ഇവരെ ഫൈൻഡ് ചെയ്യും, ഇവരെവിടെ പോയാലും. അപ്പൊ അവര് കണ്ടുപിടിച്ച് ഇപ്പൊ നമ്മളൊരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ആ പ്രൊഡേറ്റർ സ്പിരിറ്റ് ഉള്ള ആളുടെ പ്രോബ്ലം അല്ല, പകരം നമുക്ക് വിക്ടിം സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും അവര് ഇതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ പ്രൊഡേറ്റർ ആയിട്ടുള്ള വേട്ടക്കാരനായിട്ടുള്ള ആൾ ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവരെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ പല രീതിയിൽ ഇവരെ അബ്യൂസ് ചെയ്യാൻ, ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങും. അപ്പൊ വേറൊരു ലക്ഷണമാണ് നമ്മുടെ ബൗണ്ടറീസ് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. ബൗണ്ടറീസ് എന്ന് വെച്ചാൽ നമ്മുടെ അതിർത്തി. നമ്മളിപ്പം നമ്മുടെ പേഴ്സണൽ സ്പേസ്, അത് നമ്മുടെ ശരീരമാകാം, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിള്, നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ആൾക്കാരെ നമ്മുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കും. ഇപ്പൊ ഈവൻ നമ്മുടെ വീടും വസ്തുവും നാട്ടിലാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ അതിർത്തി വരെ ആൾക്കാര് അതിർത്തി മാന്തുക എന്ന് പറയില്ല, അതിർത്തി വേലി മാറ്റി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ അതിർത്തി, നമ്മുടെ ബൗണ്ടറി എപ്പോഴും ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ സെക്ഷൽ അബ്യൂസ്, സെക്ഷലി മറ്റുള്ളവർ നമ്മളെ. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്താണ്? ഈ വിക്ടിം സ്പിരിറ്റ് നമ്മൾ ഉള്ളത് കൊണ്ട് പ്രൊഡേറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ഇത് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡെലിവറൻസ് നടന്നതിന് ശേഷം പിന്നെയും ഈ പ്രൊഡേറ്റർസ് ഉള്ള ആൾക്ക് മനസ്സിലായി ചിലപ്പോൾ പിടികിട്ടി കാണത്തില്ല നമ്മൾ ഡെലിവറൻസ് നടന്നു എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ പ്രാക്ടിക്കലി എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ നാട്ടിൽ വേറെന്താ പറഞ്ഞ ഈ പൂവാലന്മാരെന്നൊക്കെ പുറകെ നടന്ന് ശല്യപ്പെടുത്താനായിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഫേം ആയിട്ടൊരു കാര്യം പറയണം. നോ എന്ന് പറയുമ്പോൾ ആണ് ഫിസിക്കൽ മണ്ഡലത്തിൽ ഇത് സ്റ്റോപ്പ് ആകും. സ്പിരിച്വലി ആത്മമണ്ഡലത്തിൽ നമുക്ക് ഡെലിവറൻസ് നടന്നു കഴിഞ്ഞു, എന്നാലും പല സമയത്തും ഈ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ മനസ്സിലാക്കാതെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് ഒരു ഫേം ആയിട്ടൊരു നോ പറയുന്നിടത്ത് ഇത് സ്റ്റോപ്പ് ആകും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഇപ്പൊ ഈ ഒന്ന് രണ്ട് ലക്ഷണങ്ങളൂടെ ഇന്ന് നമുക്ക് വായിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സമയം എടുക്കാം. അപ്പം ഇപ്പൊ ഇതിന്റെ പ്രധാന വേറൊരു ലക്ഷണം ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം വൈഫ് ഭയങ്കരമായിട്ട് ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ പോലും പുള്ളിക്കാരത്തി അത് വിശ്വസിക്കുകയാണ്, ഞാനിത് ഡിസർവ് ചെയ്യുന്നു, ഞാനിന്ന് കറിക്ക് ഉപ്പിട്ടില്ലാത്തതുകൊണ്ടാണ് പുള്ളി എന്നെ അടിച്ചത് എന്ന് വൈഫ് തൻ്റെ തന്നെ കുറ്റമാണെന്നുള്ള രീതിയിൽ. വേറൊരു ഇത് നമുക്ക് കാണാൻ പറ്റും, ചർച്ചകളിൽ പാസ്റ്റേഴ്സ് ചിലർ ഭയങ്കരമായിട്ടും
വിശ്വാസികളെ പല രീതിയിൽ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആ വിശ്വാസികൾ അതങ്ങ് ഏറ്റെടുക്കുകയാണ്, എൻ്റെ കുഴപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല അത്. കാര്യം നമുക്ക് ഈ വിക്ടിം സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് ആണ് മറ്റുള്ളവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ന് എന്താ പറഞ്ഞ, അപ്പൊ ഇത് എത്ര പേർക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കണക്ട് ആകുന്നു എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം വേണ്ടത് നമുക്ക് ഡെലിവറൻസ് ആണ്. അത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഡെലിവറൻസിലേക്ക് നടത്തും. അതിനുശേഷം നമ്മുടെ മൈൻഡ് സെറ്റ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, അത് നമ്മൾ ഓരോരുത്തരും പ്രായോഗികമായിട്ട് എവറി ഡേ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ സമയം ഉപയോഗിക്കുന്നതിലും, അപ്പോൾ ഓപ്പോസിറ്റ് സ്പിരിറ്റ്, കള്ളൻ ഇതുവരെ കട്ടുകൊണ്ടിരുന്ന വ്യക്തി മോഷണം നടത്തി സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് കൊടുക്കുക എന്ന് നമ്മൾ FS ലേഖനം വായിച്ചതുപോലെ നെഗറ്റീവ് നമ്പറിലായിരുന്ന നമ്മുടെ അനുഭവത്തെ നമ്മൾ ഡെലിവറൻസ് നമ്മളെ 0 വരെ കൊണ്ടുവരത്തുള്ളൂ. അതിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അതോറിറ്റിയിലേക്ക്, ഡൊമീനിയനിലേക്ക്, പവറിലേക്ക് വരാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഫാസ്റ്റിംഗ്, പ്രയറും, ദൈവവചനം ഒരു 3 മാസത്തേക്ക് സോഷ്യൽ മീഡിയയും TV ഒക്കെ ഒഴിവാക്കിയിട്ട് ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുകയും, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ അതോറിറ്റി വിഷയങ്ങളിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടോപ്പിക്ക് കണക്ട് ആവുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞേ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? എന്തെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. ഓപ്പണായിട്ട് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും കേട്ടോണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഇത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അതായത് ഈ ഒരു ഡെലിവറൻസ് എന്ന വിഷയവും കർത്താവും നമുക്ക് തന്ന അതോറിറ്റിയും, നമ്മൾ പലരും ആ ഒരു അനുഭവത്തിൽ പലപ്പോഴും ജീവിക്കാൻ പറ്റുന്നില്ല. അതിന് പ്രധാന കാരണം ഈ ഒരു സ്പിരിറ്റ്, ഞാൻ പറയുന്ന എല്ലാവരിലും ഇതുണ്ടെന്നല്ല, പക്ഷെ പ്രധാനമായിട്ടും ചിലരിലെല്ലാം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. കർത്താവിനെ ചില വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്ന് വിടുവിച്ചു. അപ്പം ഞാൻ നേരിട്ടിരുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കരമായിട്ടും ഫൈൻ കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്. പക്ഷെ ഈ ഡെലിവറൻസ് നടന്നതിന് ശേഷം ഇന്ന് വരെ, ഇപ്പം ഇത്രയും വർഷമായി, ഇന്ന് വരെ ഫൈൻ കിട്ടിയിട്ടില്ല. അപ്പം അത് എന്താ പറഞ്ഞാൽ, അത് ഒരു ക്ലിയർ സൈൻ ആയിരുന്നു. ഈ ഒരു സ്പിരിറ്റ്, വിക്ടിം സ്പിരിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം പല മേഖലകളിൽ, അപ്പം വെറുതെ ആൾക്കാർ ഒരു കാര്യമില്ലാതെ വന്ന് ചൂടാവും, അങ്ങനെ അങ്ങനെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഈ ഡെലിവറൻസിന് ശേഷം കർത്താവ് ഭയങ്കരമായിട്ട് എന്നെ, എൻ്റെ പേഴ്സണൽ ടെസ്റ്റ് മണിയാണ്, എന്നെ വ്യക്തിപരമായിട്ട് കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. അനേകരെ ഈ വിഷയത്തിൽ ഹെൽപ്പ് ചെയ്യാൻ അതിന് ശേഷം എന്നെ ദൈവം സഹായിച്ചു. സോ ഇന്ന് രാത്രി നമ്മൾ ആ ഒരു പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ടോപ്പിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ഇടുവോ, അല്ലെങ്കിൽ ഓപ്പൺ ഇതായിട്ട് ചോദിക്കാമെന്നും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഷ പ്രൈസലോട്, ഈ പ്രൊഡക്ടർ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഈവിൾ സ്പിരിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ, വിക്ടിമിനെ ഫോക്കസ് ചെയ്യുന്നത്? അതെ, രണ്ടും ഈവിൾ സ്പിരിറ്റ് ആണ്. ഞാൻ പറഞ്ഞത് പ്രൊഡക്ടർ സ്പിരിറ്റ് ആണ് കുഴപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനെ അല്ല നമ്മൾ ഇന്ന് രാത്രി ഫോക്കസ് ചെയ്യുന്ന. കാരണം ഈ പ്രൊഡക്ടർ സ്പിരിറ്റിൻ്റെതല്ല കുഴപ്പം, നമ്മളിൽ വിക്ടിം സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊഡക്ടർ സ്പിരിറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വിക്ടിം സ്പിരിറ്റിൽ നിന്ന് നമ്മൾ ഫ്രീ ആയി കഴിയുമ്പോൾ പിന്നീട് ആ പ്രശ്നം ഉണ്ടാവത്തില്ല. ഈവൻ അങ്ങനെ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടായാൽ പോലും നമ്മൾ അതിനകത്ത് ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അപ്പൊ ഇത് മനസ്സിലാക്കണം, ഇത് നമ്മൾ മനുഷ്യരെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, പക്ഷെ മനുഷ്യരിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മനുഷ്യരിൽ ഇപ്പൊ ഒരു ഉദാഹരണം വേറെ പറഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് വിക്ടിം സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ജോലി ചെയ്യുന്ന സൂപ്പർവൈസറോ ആരെങ്കിലും കൂടെ ഉള്ളവര്
ഈ പ്രിഡേറ്റർ സ്പിരിറ്റ് ഉള്ളവരാണെങ്കിൽ അവര് നമ്മളെ എന്നും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മള് അവരിൽ കുഴപ്പമുണ്ട്, പക്ഷെ അവരെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഫ്രീ ആകുന്നതോടെ അവിടെ അത് സ്റ്റോപ്പ് ആവും. പിന്നെ അവര് അതായത് നമ്മളെ someone is trying to control us. Correct. അതെ അതെ അതെ, അതാണ് എൻ്റെ വേറൊരു രീതി പറഞ്ഞ, അതാണ് എൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള. പാസ്റ്റർ, അത് നമ്മളിൽ എങ്ങനെ വരണേ? ഇത് വരുന്നതിന്റെ 1-2 കാരണങ്ങൾ പറയാം. ഒന്ന്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻസിഡന്റ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കത് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇന്നിപ്പോ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനു ശേഷമായിരിക്കാം മിക്കവാറും ആൾക്കാരും ജീവിതത്തിൽ. ഇപ്പൊ ഞാൻ കണ്ടത് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു ബുള്ളിങ്, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുകയും നാട്ടിലെന്താ നമ്മൾ ഇരട്ടപ്പേര് വിളിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുള്ളിങ് ഞാൻ നേരിട്ടിരുന്നു. അതിന് ശേഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ ആൾക്കാരിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനറേഷണലി വന്നേക്കാം. ഫാമിലിയിൽ പല ജനറേഷനുകൾക്ക് മുമ്പേ ഈ പ്രശ്നം ഉണ്ടായിട്ട് ജനറേഷണലി അപ്പനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കൊക്കെയോ ഇതുണ്ടായിരുന്നു, ഈ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ജനറേഷണലി നമ്മളിലേക്ക് വന്നേക്കുന്നതാണ് ചില ആൾക്കാർ. അപ്പൊ അതും നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ശരിക്കും നമ്മൾ അതിന്റെ ഉറവിടം കണ്ടെത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല. കർത്താവിൽ നമ്മളെ വിടുവിക്കുമെങ്കിലും അങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിലും ഇപ്പം നമ്മളതൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കത് കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്ന് ജനറേഷനലി ആണോ അല്ലാതെയാണോ അത് നമ്മളെ ഇപ്പം ഉദാഹരണം ഒന്നുകൂടെ ക്ലിയർ ആക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസിഡന്റ് ഉണ്ടായി, നമ്മളൊരു അബ്യൂസ്, ആരെങ്കിലും നമ്മളെ അങ്ങനെ ബുള്ളിങ്ങോ എന്തെങ്കിലും ഒരു അനുഭവം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞ്, അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ സാധാരണമായിട്ട് മിക്കവാറും പലർക്കും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞ് ഈ വിക്ടിം സ്പിരിറ്റ് നമ്മളിലേക്ക് വരണമെന്നില്ല. പക്ഷെ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മളതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്, അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഞാനത് ഡിസർവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളത് വിശ്വസിച്ച് കഴിയുന്നിടത്ത്, അങ്ങനെ ഒരു ഒരു കള്ളം വിശ്വസിക്കുന്നിടത്താണ് ഈ സ്പിരിറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ സിസ്റ്റർ? കള്ളം വിശ്വസിക്കുമ്പോഴാണെന്ന് പറഞ്ഞപ്പോ പോയിന്റിലേക്ക് വന്നു. എന്തോ കള്ളം വിശ്വസിക്കുമ്പോഴാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ പോയിന്റിലേക്ക് വന്നു. ഓക്കെ. അല്ലാതെ നമുക്കിപ്പം പലർക്കും സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പലപ്പോഴും നമ്മൾ പല സാഹചര്യത്തിലും പലരും നമ്മളെ ഉപദ്രവിക്കാൻ, പക്ഷെ അതുകൊണ്ട് ഈ സ്പിരിറ്റ് വരണമെന്നില്ല. പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മളുടെ സ്നാനത്തില് ആ സ്പിരിറ്റ് പോവില്ലേ സ്നാനം ചെയ്യുമ്പോ? അല്ല, സ്നാനം ചെയ്യുമ്പോൾ അത് പോകേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. അപ്പൊ ഈ സ്നാനമാണ് സ്നാനം ശരിക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെലിവറൻസ് ടൂളാണ്. സ്നാനത്തിൽ അത് പോകേണ്ടതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്നാനപ്പെടുമ്പോൾ ഇതെല്ലാം ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ സ്നാനപ്പെടുന്നത്. അവിടെയാണ് ഇതിന്റെ അപ്പൊ അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പം അങ്ങനെ സ്നാനത്തിൽ അത് പോകേണ്ടതാണ്, മസ്റ്റായിട്ട് അത് പോയിരിക്കണം. പക്ഷേ ചില കേസുകളിൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നോക്കുമ്പോൾ സ്റ്റിൽ ആ ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ, അങ്ങനെ ഞാനീ പറയുന്ന എല്ലാവരും ഈ സ്പിരിറ്റിന്റെ അണ്ടറിലാണെന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഇപ്പൊ എന്നും ബാഡ് ലക്കും, പലയിടത്തും നീതി കിട്ടാതെ, ജസ്റ്റിസ് കിട്ടാതെ പോകുന്നു. ഇപ്പം ജോലി ചെയ്യുന്നിടത്ത് പ്രൊമോഷൻ കിട്ടേണ്ട ഒരാളാണ്, പക്ഷെ പുള്ളിക്ക് പകരം വേറൊരാളെ അവർ ചൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്നാനപ്പെട്ടിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്താ അതിന്റെ കാരണം? അതിന്റെ ഒരു കാരണമാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് മേ ബി വിക്ടിം സ്പിരിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും സ്നാനത്തിൽ അത് ക്ലിയർ ആവേണ്ടതാണ്. പക്ഷെ എൻ്റെ കേസാണ് ഞാൻ പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടിട്ടും എന്താ പറഞ്ഞ പാസ്റ്ററായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം, എന്നിട്ടും എത്രയും മിനിസ്ട്രി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് ഡെലിവറൻസിലേക്ക് വന്നപ്പോഴാണ് ഫ്രീ ആയത്. അപ്പൊ അതുകൊണ്ട്
നമ്മുടെ സ്നാനം അറിവില്ലായ്മ കാരണം ഇത് നമ്മളെ ഡൊമൈൻ ചെയ്തുകൊണ്ടിരിക്കത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഇപ്പൊ പാസ്റ്റ് പലരും ഇന്ന് വ്യക്തി സ്പിരിറ്റും കൂടെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പൊ ഇത് ഉം. അറിവില്ലായ്മ കാരണം ഇത് നമ്മളെ ഭരിക്കത്തില്ലേ? കാരണം വെച്ചാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കി അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ തന്നെ അത് പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ അത് ആ മാറിപ്പോകും. അല്ല, വേറൊരു കാര്യം കൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാണ്. ഞാനിത് ഷെയർ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം, ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും വിക്ടിം സ്പിരിറ്റിൽ നിന്ന് ഫ്രീ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിക്ടിം സ്പിരിറ്റ് ഉള്ളവരായിരിക്കണമെന്നില്ല, പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കർത്താവിൽ നിന്നുള്ള അതോറിറ്റിയും ഡൊമീനിയനും വാഴുവാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമാണ് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയോടെ നമ്മളിപ്പം വേറൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്, അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ലക്ഷണങ്ങൾ പലത് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും, ഇദ്ദേഹം ഈ ഒരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലായിട്ട് നമുക്ക് അവരെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഫ്രീഡത്തിലേക്ക് നടത്താനായിട്ട് പറ്റും. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം ഞാനിത് ഷെയർ ചെയ്യും. അല്ലാതെ നമ്മളെല്ലാവരും ഈ ഒരു സ്പിരിറ്റിന്റെ അണ്ടറിലാണ് ഡെലിവറൻസിലേക്ക് പോകണമെന്ന് പറയാനായിട്ട് മാത്രമല്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരെ ഫ്രീഡത്തിലേക്ക് നടത്താനായിട്ട് നമുക്ക് പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. എത്ര പേർക്ക് ക്ലിയർ ആവുന്നു? ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വേറെ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിനകത്തുനിന്ന് നമുക്കൊന്ന് അല്ലെ നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് നമ്മൾ വിക്ടിമായിട്ടുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരിക്കലും അത് ഉണ്ടാവുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ എങ്ങനെയാ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ? ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, സ്നാനപ്പെട്ടു, വേറൊരു കാര്യമുണ്ട്. ഇപ്പം ചിലപ്പം നമ്മളിപ്പം ചിലര് പാഷന്മാരുടെ അടുത്ത് പോകുന്നു. അപ്പൊ പാഷന്മാരെ ചില വിശ്വാസികളെ തന്നെ പറയുവാണെങ്കിൽ പാഷന്മാരുടെ അടുത്ത് പോയിട്ട് അവര് ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ആയിട്ട് പാഷന്മാരെ വിശ്വസിക്കും. അന്നപ്പം പാഷന്മാർ അവരുടെ ബ്ലൈൻഡ്നെസ്സിനെ പാഷന്മാർ പലപ്പോഴും മിസ്യൂസ് ചെയ്യാറുണ്ട്. അന്നപ്പോ അതും ഒരു വിക്ടിം ആകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ഉണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ട്. അതിപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ പാസ്റ്റർമാരെ കുറ്റം പറയാനായിട്ട് പറയുന്നതല്ല, പക്ഷെ ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന നമ്മുടെ ഡിസേൺമെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചില പാസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ അവരൊരു ഡിക്റ്റേറ്റർ മോഡലായിരിക്കും. എന്ന് വെച്ചാൽ അവര് അങ്ങനെ റൂൾ ചെയ്യുകയും ബാക്കിയുള്ളവരും അവരുടെ കീഴിലായിരിക്കും എന്നുള്ളൊരു സ്റ്റൈലിലുള്ള പാസ്റ്റർ പല സ്റ്റൈൽസ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വേറെ ചിലർ നോക്കുവാണെങ്കിൽ അവർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവരൊരു സെർവന്റ് എന്നുള്ള ഇതിലേക്ക് വന്നിട്ട് എന്താ പറയുക, ഈ ആൾക്കാരെല്ലാം പാസ്റ്ററെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ട് എക്സ്ട്രീമാണ്. മറ്റത് ഒന്ന് പാസ്റ്റേഴ്സ് ആൾക്കാരെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, മറ്റത് ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് പാസ്റ്ററിനെ എന്താ പറഞ്ഞ എല്ലാ ദിവസവും ഭയങ്കര എന്താ പറഞ്ഞ അതും ഒരു നല്ല കാര്യമല്ല. അപ്പൊ ഇത് പല ഇതിനകത്ത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ഇന്ന് രാത്രി അത്ര അതിനു വേണ്ടി സമയമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരിയും പല കാര്യങ്ങൾ ഇതിന് പുറകിലുണ്ട്. അതിന് പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ഡിസൈൻ ഉണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ നമ്മുടെ സ്പിരിച്വൽ DNA എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 5-fold മിനിസ്ട്രി. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ഉയരങ്ങളിലേക്ക് കയറിപ്പോയിട്ട് അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി. അപ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിയാൽ അപ്പൊ ദാനങ്ങളെ നൽകി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല. അവിടുത്തെ ഈ ദാനങ്ങൾ മനുഷ്യർക്ക് നൽകിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ 5-fold മിനിസ്ട്രിയാണ്. അപ്പോസ്റ്റൽ, പ്രൊഫറ്റ്,
പാസ്റ്റർ, ടീച്ചർ, ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള അതെല്ലാം മനുഷ്യർക്ക് ക്രിസ്തു നൽകിയ ദാനങ്ങളാണ്. ഗിഫ്റ്റ് ഫ്രം ക്രൈസ്റ്റ്, കർത്താവിൽ നിന്നുള്ള ദാനങ്ങൾ. അപ്പൊ നമ്മൾ കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ എന്താ കാണുന്നത്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, അതിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 9 കൃപാവരങ്ങൾ. അപ്പം അതെന്താണ്? പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദാനങ്ങൾ. എഫെസ്യയിൽ 4 എന്താ നമ്മൾ കാണുന്നത്? അത് കർത്താവിൽ നിന്നുള്ള, ക്രിസ്തുവിൽ നിന്നുള്ള ദാനങ്ങൾ. 5 ഫൈവ് ഫോൾഡ് മിനിസ്ട്രി. അതൊരു പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദാനങ്ങൾ പോലെ അല്ല, അതൊരു ഗവേണിംഗ് ഗിഫ്റ്റാണ്. അത് ചർച്ചിനെ നയിക്കാനുള്ള ഗിഫ്റ്റുകളാണ്. അതാണ് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ ആ ദാനങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ളത്. ഇപ്പൊ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദാനങ്ങൾ കൃപാവരങ്ങൾ, കർത്താവിൽ നിന്നുള്ള ദാനങ്ങൾ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി. അപ്പൊ നമുക്ക് പിന്നെ നോക്കുമ്പോൾ എന്താ, പിതാവിൽ നിന്നുള്ള, ഫാദർ ഗോഡിൽ നിന്നുള്ള ദാനങ്ങളുണ്ട്. അതാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 12-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ കാണും. അവിടെ ഒരു 7 ഗിഫ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഗിഫ്റ്റ്, ഇത് അഗൈൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഇത് എല്ലാവരും എഗ്രി ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു 7 ഗിഫ്റ്റ് അവിടെ പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരമല്ല, ക്രിസ്തുവിന്റെ ദാനങ്ങളായ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി അല്ലത്. അത് പകരം നമ്മുടെ ഡിസൈനാണ്. അത് 7 തരത്തിലുള്ള എന്താ പറഞ്ഞ ഡിസൈൻ ഗിഫ്റ്റ് എന്ന് പറയും. 7 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെന്ന് നമുക്ക് വേണേൽ പറയാം. ഇപ്പൊ അവിടെ എഴുതി ആ 7 ദാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫറ്റ് വേണേ നമുക്ക് പെട്ടെന്ന്, നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഇത്തിരി മാറിപ്പോകുന്നാലും ആകെ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ ഭാരം ഉള്ളത് കൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ. അപ്പൊ ഇത് നമ്മൾ സാധാരണ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൃപാവരമായിരിക്കും. പക്ഷെ ആ അധ്യായം തുടങ്ങുന്നത് പിതാവിൽ നിന്നുള്ള ദാനങ്ങളെന്നും പറഞ്ഞാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഗിഫ്റ്റാണ് നമ്മൾ കാണുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ 12-14 വായിക്കുന്നു. 2 കർത്താവിൽ നിന്നുള്ള ദാനങ്ങൾ, എഫെസ്യർ 4-ാം അധ്യായത്തിൽ കാണുന്ന ഫൈവ് ഫോൾഡ് മിനിസ്ട്രി, അപ്പോസ്റ്റൽ, പ്രൊഫറ്റ് ആൻഡ് ഓൾ. അത് എന്താ പറയുക, സഭയെ നയിക്കാനുള്ള കൃപാവരങ്ങൾ. 3-ാമതായിട്ട് നമ്മൾ കാണുന്ന ഇതാണ് ഈ പിതാവിൽ നിന്നുള്ള ദാനങ്ങൾ. ഇത് 7 ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വ്യക്തിത്വമാണ്. ഓരോരുത്തരെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ജനിക്കുമ്പോൾ മുതലേ നമ്മളിലുണ്ട്. നമ്മൾ ഒരു വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടതിന് ശേഷമല്ല, ഇത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ജനിച്ചപ്പോൾ മുതലേ എല്ലാവരിലും ഈ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഒരാളിൽ ഒരു ഗിഫ്റ്റേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പൊ ഒരു അതിനകത്ത് അവസാനം നമ്മൾ കാണുന്നത് 7-ാം വാക്യത്തിൽ കരുണ ചെയ്യുന്നവൻ. അപ്പൊ അത് 8-ാം വാക്യത്തില് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവന്റെ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ വിത്ത് ഡിലിജൻസ് ഹി ഹൂ ഷോസ് mercy വിത്ത് cheerfulness. ഇപ്പൊ 7-ാമത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ mercyയാണ്. mercy ഇത് നമ്മളിങ്ങനെ ഈ 7 ഗിഫ്റ്റ് 7 പേരുകളിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇതിപ്പോ ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇതൊരു 40 വർഷങ്ങൾക്ക് മുമ്പേ ഈ വിഷയങ്ങളെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്യുന്ന ചില ആൾക്കാർ ഈ 7 ബൈബിളിലെ 7കളുണ്ട്, മനസ്സിലല്ലേ? 7 കർത്താവിന്റെ ക്രൂശിലെ 7 മൊഴികൾ, ഉൽപ്പത്തിയിൽ ദൈവം 7 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. ഒത്തിരിയും 7 കാര്യങ്ങളുണ്ട് ബൈബിളിൽ. ഇപ്പൊ ഈ 7കളെ മുഴുവൻ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വർഷങ്ങൾ കൊണ്ട് ഇവർ സ്റ്റഡി ചെയ്ത് എന്നിട്ട് ഈ 7 തരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളെ സ്റ്റഡി ചെയ്തിട്ട് 40-ലധികം വർഷങ്ങളായിട്ടുള്ള ഒരു ടീച്ചിങ് ആയത്. ഇതും ഞാൻ പറഞ്ഞ പോലെ പലരും അങ്ങനെ അധികം കേട്ടിട്ടുള്ള ടീച്ചിങ് അല്ല. പക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് വളരെ എന്താ പറയുക, വളരെ കറക്റ്റ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനോടും ആൾക്കാർ എല്ലാവരും യോജിക്കണമെന്നില്ല. പക്ഷെ ഇതാണ് ഇപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പം ബ്രദറിന് അത് എഗ്രി ചെയ്യാൻ കേട്ടിട്ട് കൊള്ളാമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാനത് സിമ്പിളായിട്ട് പറയാം ഇങ്ങനെ. അപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ 7 ഗിഫ്റ്റുകൾ, ഒന്ന് പ്രൊഫറ്റ്. ആദ്യത്തത് പ്രൊഫറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. ഇതൊരു പ്രവാചകൻ എന്നുള്ളതല്ല ഉപരി ദൈവം
നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഒരാൾ പ്രൊഫറ്റ് ആണെങ്കിൽ പ്രവചന വരവും പ്രവാചകൻ എന്നുള്ള ഈ 5-fold മിനിസ്ട്രിയിൽ അത് ഓഫീസാണ്. മനസ്സിലായില്ലേ? ആ ഓഫീസും അല്ല ഇത്. ഇപ്പൊ നമ്മളെ പഴയ നിയമത്തിൽ കാണുന്ന ഐശ്യ പ്രവാചകൻ, അങ്ങനെ ഒരു സംഭവമല്ല ഇത്. ഇത് ഒരു മനുഷ്യന്റെ ഡിസൈനാണ്. അപ്പൊ ഈ ഒരു ഡിസൈനിൽ ഒരാൾ പ്രൊഫറ്റ് ഡിസൈനിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താ പറയുക, അയാൾ ഒരു തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനും ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറഞ്ഞ ശരിയാണോ തെറ്റാണോ ഒക്കെ ഈസി ആയി. പക്ഷെ ഈ മേഴ്സി എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റാണ് അയാളില്ലെങ്കിൽ അത്ര ഈസി ആയിരിക്കത്തില്ല. മനസ്സിലായില്ലേ? പെട്ടെന്ന് സമയമെടുക്കും. രണ്ടാമത് സെർവന്റിനെ അവിടെ കാണുന്നു. ഇപ്പൊ ശുശ്രൂഷ എങ്കിൽ രണ്ടാമത്തെ ഏതാ, ലെറ്റസ് പ്രൊഫസി ഓർ മിനിസ്ട്രി, ലെറ്റസ് യൂസ് ഇറ്റ് ഇൻ അവർ മിനിസ്ട്രി. അപ്പൊ നമുക്കത് വേണമെങ്കിൽ മിനിസ്ട്രി എന്നവിടെ പറയുന്നു, ശുശ്രൂഷ എന്ന് മലയാളത്തിൽ. അപ്പൊ നമ്മൾ അതിനെ എന്താ സെർവന്റ് എന്ന് പറയും ആ ഗിഫ്റ്റിന്. അപ്പൊ ഈ സെർവന്റ് ആയിട്ടുള്ളവരെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ചർച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ അവരായിരിക്കും ചർച്ചിൽ ആദ്യം വരുന്നത്, കസര ഇടുന്നത്, പാവിരിക്കുന്നത് എല്ലാം ഇവരായിരിക്കും. ഇപ്പൊ എല്ലാവരും ഇത് ചെയ്യത്തില്ല. നമ്മൾ അത് അങ്ങനെയാണ് ഈ ഗിഫ്റ്റിന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരാൾ നോക്കുമ്പോൾ അയാൾ എപ്പോഴും മറ്റുള്ളവരുടെ നീഡ്സിനെ കുറിച്ച്, ആവശ്യങ്ങളെ കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചർച്ചിൽ എന്തോ വേണം. അപ്പൊ ആ ഒരു സെർവ് ചെയ്യാനുള്ള മെന്റാലിറ്റി ആയിരിക്കും എപ്പോഴും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവരുടെ ഡിസൈൻ, അതാ, അവര് സെർവന്റ് ആണ്. അപ്പൊ ഈ സെർവന്റിന്റെ ഒരു പ്രശ്നം എപ്പോഴും നോ പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് അവരെ ഇങ്ങനെ സഹായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് സെർവന്റ്. മൂന്നാമത്തെ നമ്മൾ കാണുന്നത് ടീച്ചറാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വേറെ വായിച്ചല്ലോ, ആ ഒരു പ്രഭാവരമല്ല ഞാൻ പറഞ്ഞത്, ഡിസൈൻ. അപ്പൊ ടീച്ചറിനെ നോക്കുമ്പോൾ അവരെല്ലാം സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് സ്റ്റഡി ചെയ്യുന്നതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പം ഈവൻ സ്കൂളിലാണെങ്കിലും ഡിഗ്രിയും മാസ്റ്റേഴ്സും എല്ലാം എടുത്ത്, അല്ലെങ്കിൽ ബൈബിളിലെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്റ്റഡി ചെയ്താലേ അവർ അക്സെപ്റ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ ചുമ്മാതെ ഒരു കാര്യം റെവലേഷൻ എന്നൊന്നും പറഞ്ഞാൽ അവരെടുക്കത്തില്ല. അപ്പൊ അവര് പറയും ബൈബിളിൽ എവിടെയാണെന്ന് അത് കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു ആ ഡിസൈനാണ് അവരുടെ കുഴപ്പമല്ലത്. അവര് ആ ഡിസൈനിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നാലാമത്തത് നമ്മൾ കാണുന്നത് കൊടുക്കുന്നത്. നമ്മളത് ഗിവർ എന്ന് പറയും. അവര് കുറച്ചുകൂടെ ബിസിനസ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് അത്. നാലാമത്തത് എക്സോട്ടർ. എക്സോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്താ ഇംഗ്ലീഷ്, മലയാളത്തിൽ പ്രബോധനം. അതെ, കറക്റ്റ് വേർഡ്. അപ്പൊ ഈ എക്സോട്ടേഴ്സ് മിക്കവാറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റുകളെല്ലാം എക്സോട്ടേഴ്സ് ആയിരിക്കും. അവര് എക്സോട്ടർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഡിസൈനാണ്. അപ്പൊ അവര് മാർക്കറ്റിങ്ങിലോ അങ്ങനെയുള്ള ജോലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും. കാര്യം അവര് ഒരാളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. സംസാരിച്ച് അവര് നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഒരു സാധനം നോക്കാനൊക്കെ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെ നമ്മളെ സംസാരിച്ച് അവരെ അത് കൺവിൻസ് ചെയ്യിക്കും അത് മേടിക്കാനായിട്ട്. അപ്പൊ ആ ഒരു എക്സോട്ടർ എന്നുള്ള ഒരു ഡിസൈൻ ഉള്ളവരാണെങ്കിൽ അവർ ആ ഒരു മേഖലയിൽ ഭയങ്കരമായിട്ടും, ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഇത് എല്ലാവരിലും ഇല്ലിത്. ഇപ്പൊ എക്സോട്ടർ അല്ലാത്ത ഒരാളുമായിട്ട് നമുക്ക് അങ്ങനെ അയാൾക്ക് ആ സംസാരിക്കാനുള്ളൊരു, അയാളെ കൊണ്ട് സംസാരിക്കാൻ പറ്റും, പക്ഷെ ആ ഒരു ഡിസൈൻ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ അഞ്ചാമത്തത് ഗിവർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന, അതൊരു ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസൈനാണ്. ആറാമത്തതാണ് ലീഡിങ്, എന്താ നേതൃത്വം, മലയാളത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഭരിക്കുന്നവൻ. അപ്പൊ അതും ഇന്ന് വെച്ചാൽ അവരെല്ലാവരെയും ലീഡ് ചെയ്യണമെന്നുള്ളതല്ല. അപ്പൊ ഈ ഒരു ഗിഫ്റ്റാണ്, ഒരു ഡിസൈൻ, റൂളർ എന്ന് ഇംഗ്ലീഷ് എഴുതിക്കുന്നത്. അപ്പൊ ആ ഡിസൈൻ ഉള്ളവരാണെങ്കിൽ അവർ ഈസി ആയിട്ട് അവർക്ക് ബാക്കി എല്ലാ ഗിഫ്റ്റും, ബാക്കി 6 ഗിഫ്റ്റും പ്രഷർ വരുമ്പോൾ, നമുക്ക് ഒത്തിരി ജോലി സ്ഥലത്തെല്ലാം പ്രഷറും ടെൻഷനെല്ലാം വരുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ റൂളർ പ്രഷർ ഉള്ളിടത്താണ് പുള്ളി ഗ്രോ ചെയ്യുന്നത്. പുള്ളി ഭയങ്കരമായിട്ടും ഓർഗനൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് റൂളറിനുണ്ട്. അവസാനത്തെ ഗിഫ്റ്റാണ് നമ്മൾ കാണുന്ന മേഴ്സി. ഈ ഗിഫ്റ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മേഴ്സി എന്ന് പറയുന്ന ഒരു കമ്പാഷനേറ്റ്, നമുക്കിപ്പം എന്താ പറഞ്ഞ, ഈ മേഴ്സി എന്ന് പറഞ്ഞ വേറൊരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു HSP, ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറയും. ചിലരെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയ കാര്യങ്ങൾ മതി അവർ ഭയങ്കരമായിട്ടും ഇമോഷണൽ ആവും. ഇപ്പൊ വർഷിപ്പിലൊക്കെ ചർച്ചിൽ വരുമ്പോൾ കേട്ടില്ലേ, ചില ആൾക്കാർ പെട്ടെന്ന് അങ്ങ് കരയും. അപ്പൊ അതിന്റെ
ഒരു സാധ്യത അവർ ഈ മേഴ്സി ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ മേഴ്സി ആയിരിക്കും, ഭയങ്കര കമ്പാഷനായിട്ട് ആയിരിക്കും അവരോട് എപ്പോഴും ആൾക്കാർ വന്ന് മറ്റുള്ളവരുടെ വിഷമങ്ങൾ പറയും. ഇപ്പൊ ഈവൻ ഒരു ചർച്ചിൽ ഒരു റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും ഉള്ളിൽ മുറിവായിട്ട്, ഇപ്പൊ ഇന്നർ ഹീലിംഗ് ആയിട്ടുള്ള വിഷയമാണത്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം ഉള്ളിൽ ഒത്തിരി വിഷമമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ മേഴ്സി ഗിഫ്റ്റ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും. അപ്പൊ അവരോട് മറ്റ് യാതൊരു കാരണമില്ലാതെ തന്നെ ആൾക്കാർ വന്ന് അവരുടെ വിഷമങ്ങളൊക്കെ തുറന്നു പറയാനും ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങും. ഇതൊരു വലിയ ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇച്ചിരി ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒരു ഐഡിയ കിട്ടിയോ എന്തെങ്കിലും? ഹലോ? യെസ്. അപ്പൊ ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ. 3 ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് ഹോളി സ്പിരിറ്റിൽ നിന്നുള്ള ഗിഫ്റ്റ്, 2 കർത്താവിൽ നിന്നുള്ള ഗിഫ്റ്റ്, 3 പിതാവിൽ നിന്നുള്ള ഗിഫ്റ്റ്. അത് നമ്മുടെ ഡിസൈൻ. അപ്പൊ അത് പറയാനായിട്ട് നമ്മൾ വന്നതിന്റെ കാരണം, ഇപ്പൊ പല തരത്തിലുള്ള പാസ്റ്റേഴ്സിനെയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു റീസൺ ഈ ഡിസൈൻ ആയിരിക്കും. ഇപ്പൊ ഈ ഡിസൈൻ ആയിട്ടുള്ള, ഇപ്പൊ ആ സെർവന്റ് ഗിഫ്റ്റ് ആണെങ്കിൽ അവർ വളരെ ഹംബിൾ ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവര് അങ്ങനെ ഭയങ്കര ഒരു ഇതിലേക്ക് പോകുന്നില്ല. പക്ഷെ പകരം വേറൊരു ഡിസൈൻ ആണെങ്കിൽ ചിലപ്പം ആ വ്യക്തിയിൽ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. അപ്പൊ അതൊരു വിഷയം. പക്ഷെ അല്ലാതെ തന്നെ പാസ്റ്റേഴ്സും എല്ലാം പല രീതിയിൽ എന്താ പറഞ്ഞ ആൾക്കാരെ ഈ ഒരു വിക്ടിം പ്രിഡേറ്റർ വിഷയങ്ങൾ അവിടെ വരാം. അവരിപ്പോൾ ഒരു പ്രിഡേറ്റർ സ്പിരിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും ആ ഒരു കൺട്രോൾ ചെയ്യാനും അവരെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്കിന്ന് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരാം, ആ വിക്ടിം ടോപ്പിക്കിലേക്ക്. അപ്പം ഇന്ന് ഒന്ന് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു, നമ്മൾ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചാലും ഇത് ഉണ്ടാവാമോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു എന്നുള്ളതല്ല, പകരം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണ്. ആ ഇൻസിഡന്റ് ഉണ്ടായി നമ്മൾ ആ ഒരു കള്ളം വിശ്വസിക്കുന്നതോടെയാണ് ഇത് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് നോക്കിയാൽ മതി. സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച എല്ലാവരും അവരാരും ഒരു കുഴപ്പമില്ലാത്തവരാണോ? അല്ല. പലരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും എന്താ പറഞ്ഞ, നമ്മൾ സത്യം ഓപ്പണായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊരു അവസരം ചിലപ്പോൾ ഇവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പലരും ഓപ്പണായിട്ട് ഷെയർ ചെയ്യും അവരുടെ നേരിടുന്ന സ്ട്രഗിളുകളും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴറിയാം സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ആകുന്നില്ല. അപ്പൊ ഇതൊരു ജേണിയാണ്, മനസ്സിലായില്ല? നമ്മളൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യാത്രയാണ്. അത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അത് പല സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മെച്യൂരിറ്റി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ ഒരാള് ഭയങ്കര ആ ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഗ്രോ ചെയ്യുന്നില്ല, അതിന് സമയമെടുക്കും. അപ്പൊ അത് പല പ്രോസസ്സുകളിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റി മനസ്സിലാക്കി നമ്മൾ ഇപ്പൊ എന്താ സ്പിരിച്വൽ ലൈഫ് എന്ന് നമ്മൾ പറയാം, ആത്മീയ ജീവിതം. അപ്പൊ ആത്മീയ ജീവിതം എന്ന് നമ്മളിങ്ങനെ പറയുന്നെങ്കിലും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഹോളി സ്പിരിറ്റ് ഉണ്ട്, ഡീമണിക് സ്പിരിറ്റ് ഉണ്ട്, നമുക്ക് സോളുണ്ട്, നമുക്ക് എന്താ പറഞ്ഞ നമ്മുടെ മനസ്സും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്താ മലയാളത്തിൽ പറഞ്ഞ മനുഷ്യന്റെ ആത്മാവ്, ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ പലരും ഈ നമ്മുടെ സ്പിരിറ്റിനെ കുറിച്ച് ബോധ്യമില്ല, നമുക്ക് പലർക്കും അറിയത്തില്ല. നമ്മൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ നമ്മുടെ സ്പിരിറ്റ് ഗ്രോ ചെയ്യുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതം വളരുന്നത്. അപ്പം എന്താ പറഞ്ഞ, അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ് ഈ ഓരോ കാര്യങ്ങൾ. അപ്പൊ അതിന് പല സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ സ്പിരിറ്റ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് ഗ്രോ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഇപ്പൊ ദൈവവചനം ധ്യാനിക്കുകയും അങ്ങനെ ഫാസ്റ്റിംഗ്, പല കാര്യങ്ങളിലൂടെയാണ് അത് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അത് ചിലപ്പം ചിലരിൽ അത് വർഷങ്ങളെടുത്തേക്കാം. അപ്പൊ അതിന്റെ ഭാഗമാണ്. അപ്പൊ അത് നമ്മൾ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു എന്നുള്ള ഒരു ദിവസം കൊണ്ട് പല കാര്യങ്ങളും, ഇത് എല്ലാവരിലും അല്ല, ചിലരെ സംബന്ധിച്ച് അത് ഓക്കെ ആയിരിക്കാം, ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, അവർ വളരെ കർത്താവിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കാം, അതിനകത്ത് താങ്ക് ഗോഡ്. പക്ഷെ ചില ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പല മേഖലകളിൽ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരൊക്കെയാണ് ഈ ഡെലിവറൻസ് ആവശ്യമായിട്ട് വരുന്നത്. അതാണ് ഇപ്പൊ ഇന്ന്
ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ എല്ലാവർക്കും ആയിരിക്കത്തില്ല, പക്ഷെ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് അതിനകത്ത് സഹായിക്കാൻ പറ്റും, അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ഈ വിഷയം നമ്മൾ സംസാരിച്ച വിഷയമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, സമയം ഒത്തിരിയല്ല. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ഷെയർ ചെയ്ത വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിധിവരെ മനസ്സിലായെന്ന്. അപ്പം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കാണ് പ്രാർത്ഥന പ്രധാനമായിട്ട് പ്രയോജനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു വിക്ടിം ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യത്തെ മനസ്സിലാക്കിയിട്ട്, അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു എഗ്രിമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെയുള്ളവരുണ്ട് പാസ്റ്റർ. ഇതിനകത്ത് എല്ലാവരും എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട്, അവരിപ്പം കടന്നു പോകുന്ന മേഖല. അപ്പം അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതിന്ന് പ്രയോജനപ്പെടുമെന്ന് ഞാനും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞ, ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്? നമ്മൾ കർത്താവിൽ നമുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ഡൊമീനിയൻ, ആ ഒരു അധികാരത്തിലേക്ക്, ആ ഒരു വാഴുക എന്നുള്ള അനുഭവത്തിലേക്ക് വരിക എന്നുള്ള. അപ്പൊ അതിലല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ അതിന്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒരു കാരണം ഇതായിരിക്കാം, മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ എല്ലാ വിഷയങ്ങളും നമുക്കിന്ന് ടച്ച് ചെയ്യാനായിട്ട് സമയമില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വിക്ടിം സ്പിരിറ്റ്, അല്ലെങ്കിൽ ഇരയായി പോകുന്ന ഒരു അനുഭവം, അത് നമ്മളിലുണ്ടെങ്കിൽ. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ അതോറിറ്റി എന്നുള്ള ഒരു വിഷയമാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ പൊസിഷണൽ അതോറിറ്റി, കർത്താവിൽ നമുക്കുള്ള അധികാരം. അപ്പൊ ആ അധികാരത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആ പൊസിഷണൽ അതോറിറ്റി മനസ്സിലാക്കിയിട്ട് കർത്താവിൽ എനിക്കുള്ള അധികാരം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം എന്താ പറയുന്നത്? കർത്താവ് എന്നോടുകൂടി അവനോടുകൂടി എന്നെ ഇരുത്തിയിരിക്കുന്നു. വേണമെങ്കിൽ നമുക്കതൊന്ന് വായിക്കാം. അതാണ് നമ്മുടെ പൊസിഷണൽ അതോറിറ്റി. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം വേണമെങ്കിൽ ഒരാൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, അതായത് പല ടൈപ്പ് അതോറിറ്റീസ് ഉണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവ്വവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ എഫേസ്യ ലേഖനം 1 പ്രധാനമായിട്ട് വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ പൊസിഷണൽ അതോറിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എഫേസ്യ ലേഖനം ഒരു നല്ല പുസ്തകം നമ്മൾ വായിക്കാൻ. അത് പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ വായിക്കുക. എഫേസ്യ ലേഖനത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇപ്പൊ നമ്മൾ കണ്ട അവനോട് കൂടി ഇരുത്തിയിരിക്കുന്നു, സിറ്റ്, നമ്മൾ ഇരിക്കുന്നു. 2, അതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാക്ക് എന്ന് വെച്ചാൽ നടക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള മറ്റ് മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ മറ്റവരുമായിട്ട് എങ്ങനെ നമ്മൾ പെരുമാറുക എന്നുള്ള, അതായത് നമ്മുടെ എന്താ പറയുക സ്വഭാവം, ബിഹേവിയറിനെ കുറിച്ച് 3-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പൊ സിറ്റ്, വാക്ക്. 3-ാമത്തെ നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്നു സ്റ്റാൻഡ്. സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പിശാചുമായിട്ടുള്ള നമ്മുടെ നമ്മളിപ്പോൾ സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറയില്ല, പിശാചുമായിട്ടുള്ള നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളവിടെ സ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതി. അവിടെയാണ് നമ്മുടെ ആർമർ ഓഫ് ഗോഡ്. നമ്മുടെ 6-ാം അധ്യായം പിന്നെ നിങ്ങൾ സമയത്ത് വായിച്ചു നോക്കിയാൽ മതി. ആർമർ ഓഫ് ഗോഡ് എന്താ പറയുന്നത്? നമ്മുടെ വിശ്വാസം എന്ന പടച്ചട്ടയും, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, സത്യം എന്ന ബെൽറ്റും, ഇങ്ങനെയുള്ള പല ആയുധങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ധരിച്ചിട്ട് നമ്മൾ വെറുതെ അവിടെ നിന്നാൽ മതി. അപ്പൊ 3 കാര്യങ്ങളാണ് എഫേസ്യ ലേഖനം പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഇരിക്കുക, നടക്കുക, നിൽക്കുക. അപ്പൊ നമ്മൾ സാധാരണ തിരിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്താ വെച്ചാൽ നിൽക്കുക, നടക്കുക, നിൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുതെന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. അങ്ങനെയല്ല. ഇത് ഇങ്ങനെ ഓർത്ത് വച്ചിരിക്കുക. ഇരിക്കുക, നടക്കുക, നിൽക്കുക. ഇതാണ് 3 പ്രധാന കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ ഈ
ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും ഒരു സ്ട്രഗിളിലൂടെ, ഒരു യുദ്ധത്തിലൂടെ, ഒരു വല്ലാത്ത അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം ഇരിക്കണം. നമ്മുടെ പൊസിഷൻ എപ്പോഴും, നമ്മൾ ഭൂമിയിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനെയാണ് നമ്മൾ പൊസിഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നതോടെ നമുക്കത് ഓൾറെഡി ഉണ്ട്. നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം, ഇംഗ്ലീഷ്. എഫെസിലെ 1-ാം അധ്യായം അവസാന വാക്യങ്ങൾ വായിക്കുന്ന, വർക്ക്ഡ് ഇൻ ക്രൈസ്റ്റ് വെൻ ഹി റൈസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് ആൻഡ് സീറ്റഡ് ഹിം അറ്റ് ഹിസ് റൈറ്റ് ഹാൻഡ് in the heavenly places, far above a principality, far above all അവിടെ നോക്കണം, above all principality and power and might and dominion and every name that is named. നമ്മൾ ഏത് പ്രശ്നം നേരിട്ടാലും, ഇപ്പൊ ഇന്ന് രാത്രി നമ്മൾ പ്രധാനമായിട്ട് ടച്ച് ചെയ്ത പ്രശ്നം എന്താണ്? വിക്ടിം സ്പിരിറ്റ്. അതിനൊരു പേരുണ്ട്. അപ്പൊ അതൊരു അസുഖമായിരിക്കാം, എന്തു ആയിരിക്കട്ടെ, അതിനൊരു പേരുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാ പേരുള്ള വിഷയങ്ങളുടെ മീതെ നമ്മൾ കർത്താവ് ഇരുത്തിയിരിക്കും. And that is named not only in this age, ഈ സമയത്ത് മാത്രമല്ല, വരാനുള്ള സമയത്ത് കൂടിയും എല്ലാത്തിനും മീതെ. And which is to come. And he put all things under his feet and gave him to be head over all things to church. ഇപ്പൊ കർത്താവ് സഭയുടെ തലയാകുന്നു, എന്നിട്ട് എല്ലാം അവന്റെ കാൽ കീഴെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയാണ് ശരീരം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്? എല്ലാം നമ്മുടെ കാൽ കീഴിലാണ്. ഇതാ പൊസിഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലതരത്തിലുള്ള അതോറിറ്റീസ് ഉണ്ട്. ഒന്ന്, ആദ്യത്തത് പൊസിഷണൽ അതോറിറ്റി. നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കുന്നു. നമ്മുടെ പൊസിഷൻ എല്ലാത്തിനും മീതെ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. എല്ലാ പേരുകളുടെയും മീതെ, എല്ലാത്തിനും ഒരു പേരുണ്ട്. ആ പേരുകളുടെ എല്ലാം മീതെ നമ്മളെ ഇരുത്തിയിരിക്കും. രണ്ടാമത്, ഏൺഡ് അതോറിറ്റി എന്ന് പറയുന്നത്, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവത്തിലൂടെ, നടത്തത്തിലൂടെ, നമുക്ക് ഇപ്പൊ മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരാൾ മോഷ്ടിക്കാതെ ജോലി ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. നമ്മുടെ സ്വഭാവത്തിലൂടെ മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അതോറിറ്റി, നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാകുന്ന ഒരു അതോറിറ്റി. മൂന്നാമത്തെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ചിലരെ പല കഷ്ടതകളിലൂടെയും അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലൂടെ ദൈവം തന്നെ ചിലപ്പോൾ അത് അനുവദിച്ചെന്ന് വരാം. ആ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ ചില പ്രത്യേക അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളായിരിക്കും, അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു അതോറിറ്റി ഉണ്ട് ആ മേഖലകളിൽ. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള അതോറിറ്റി ഉണ്ട്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഈ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുക പൊസിഷണൽ അതോറിറ്റി. കർത്താവ് നിങ്ങളെ അവനോട് കൂടി സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കും, ദൈവത്തിന്റെ വലത് ഭാഗത്ത്. അപ്പൊ ഇന്ന് രാത്രി ആ അതോറിറ്റിയാണ് നമുക്ക് വേണ്ട, ആ ഡൊമീനിയൻ. അതിനകത്താണ് നമ്മൾ വളരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നത്, ഈ വിക്ടിമായിട്ടുള്ള അനുഭവത്തിൽ. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നതിനകത്ത് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അനേക നാളുകൾ ഈ വിഷയത്തെ കുറിച്ച് എന്നെ പേഴ്സണലായിട്ട് അങ്ങ് വിടുവിച്ചു. മറ്റുള്ളവരെ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാനും അനേകരെ ഈ സ്പിരിറ്റിൽ നിന്ന് ഡെലിവറൻസിലേക്ക് നടത്താൻ അങ്ങ് സഹായിച്ചത് കൊണ്ട് ഉണ്ടായ ഒരു അതോറിറ്റി ഞാൻ മനസ്സിലാക്കുന്നു. അത് ഇന്ന് രാത്രിയിൽ ഈ പ്രിയപ്പെട്ടവരോടൊത്ത് ഷെയർ ചെയ്യുകയും ഇവരിൽ ആരെങ്കിലും ഒക്കെ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ അവരെ ആ ഫ്രീഡത്തിലേക്ക് നയിക്കുവാനും അവരെ കർത്താവെ ആ പൊസിഷണൽ അതോറിറ്റിയെ ശരിക്കും മനസ്സിലാക്കി ആ ഡൊമീനിയനിൽ നടക്കുവാൻ ആദമിനെ അങ്ങ് ഏദനിൽ ആക്കിയിരുന്നത് പോലെ ആ ഒരു അനുഭവത്തിലേക്ക് അങ്ങ് സൃഷ്ടിച്ച കാര്യങ്ങളുടെ മീതെ വാഴുവാൻ അവരെ സഹായിക്കണം. ഇത് മനുഷ്യരുടെ മീതെ വാഴുവാനല്ല, പകരം കർത്താവ് നൽകിയിരിക്കുന്ന അതോറിറ്റിയെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് കർത്താവ് ഈ പ്രത്യേക വിഷയത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പ്രിയപ്പെട്ട ഈ വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾ ചേർന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ഒരു സംഭവത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ജനറേഷനലി ആയിരിക്കാം അവർ നേരിട്ടത്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾ തന്നിരിക്കുന്ന പൊസിഷണൽ അതോറിറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്ന് രാത്രി ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ രാത്രി ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് കം ഔട്ട് ഓഫ് ദം. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് വിക്ടിം സ്പിരിറ്റ് ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് മാറിപ്പോകുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ അതിനോട് സംസാരിക്കുന്നു. Come out of them, come out of them in the name of Jesus, in the name of Jesus. Thank you, God. Thank you, God. Thank you, God. Shantala Vasya, Rika Vasya,
കുറച്ചു നേരം ചില നിമിഷങ്ങളൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന അതോറിറ്റിയെ, പൊസിഷണൽ അതോറിറ്റിയെ തിരിച്ചറിഞ്ഞാട്ടെ. സകലത്തിനും മീതെ അവൻ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. ഓ, താങ്ക് യു ഗോഡ്. I feel the presence of God. In the name of Jesus. സകലത്തിനും മീതെ, സകല നാമത്തിനും മീതെ, ഓ സകല പ്രിൻസിപ്പാലിറ്റിയുടെയും മീതെ അവൻ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു കർത്താവിനോട് കൂടി തന്റെ വലതു ഭാഗത്ത്. ഓ, എന്നിട്ട് സകലതും അവൻ തന്റെ കാൽ കീഴയാക്കി വെച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് രാത്രി കർത്താവെ, അങ്ങയുടെ മക്കൾ അവർ നേരിടുന്ന സകല വിഷയങ്ങളുടെയും മീതെ നടക്കുവാൻ, അതിനെ മീതെ റൂൾ ചെയ്യുവാൻ, വാഴുവാൻ അങ്ങ് അവരെ ലിഫ്റ്റ് ചെയ്യണം കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കമാൻഡ് എവറി demonic strongholds come out of them in the name of Jesus. In the name of Jesus. In the name of Jesus. Shatalabasya korabashikarabasa rababashikandarabasya. Jesus' name. I hear the sound. Oh, breaking chains. Rakabashandalaba. രാത്രി വലിയ ഫ്രീഡം ഉണ്ടാവട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ഇന്ന് രാത്രി മാത്രമല്ല, ഇത് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വാച്ച് ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ആ വാച്ച് ചെയ്യുന്ന സമയത്തൊക്കെയും ഓ ഈ ഫ്രീഡം അവരിലേക്ക് അങ്ങ് റിലീസ് ചെയ്യണം കർത്താവ്. ഓ റബശന്തലബസ്. In Jesus' name. Jesus' name. Jesus' name. Thank you, God. Thank you, God. Thank you, God. ഈ സമയത്ത് കർത്താവ് വലിയ ഹീലിംഗുകളെ, സൗഖ്യത്തെ അയക്കുന്നു. ഇൻ ജീസസ് നെയിം. പ്രത്യേകമായിട്ട് കണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകളായിരിക്കുന്നവരെ രാത്രി കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്ക് പെയിന്, പുറവേദനയും നട്ടലുമായിട്ടൊക്കെ ഇഷ്യൂസ് ഉള്ളവരെ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മൾ അവയവങ്ങളിലാണ് പല സ്പിരിറ്റുകളും ഉണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇന്ന് രാത്രി വിക്ടിം സ്പിരിറ്റ് നിങ്ങളിൽ നിന്ന് ഫ്രീ ആകുമ്പോൾ ലെഫ്റ്റ് ഷോൾഡറിലാണ് ഇത് മിക്കവാറും നമ്മൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നത്. ഇന്ന് രാത്രി അത് പ്രാർത്ഥിക്കുമ്പോൾ ലെഫ്റ്റ് ഷോൾഡേഴ്സിൽ നിന്ന് അത് റിലീസ് ആകുന്ന ഷോൾഡറുകളിൽ നിന്ന് ഇന്ന് രാത്രി ഇൻ ദ നെയിം ഓഫ് ജീസസ് കം out of your children. Jesus' name. Jesus' name. Jesus' name. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവ് നൽകുന്ന വലിയ അതോറിറ്റി റിസീവ് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന വലിയ ബ്ലെസ്സിങ് രാത്രി കർത്താവ് എങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ. രാത്രി അവർ ഫ്രീഡം അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ പ്രധാന ഉദ്ദേശം. അനേക ആൾക്കാർ ഈ വിഷയം മനസ്സിലാവാതെ ആയിരിക്കുന്ന കർത്താവെ, ഇങ്ങനെ ഈ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ മിനിസ്ട്രിയിൽ അറ്റൻഡ് ചെയ്യപ്പെട്ടവരിലൂടെ അങ്ങ് മറ്റ് ആൾക്കാരെയും ഈ വരുന്ന ആളുകളിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തണമെന്ന് ഈ സമയത്തിൽ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് എന്തെങ്കിലും ഈ പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവമോ എന്തെങ്കിലും കർത്താവ് വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്ക് സമയമുണ്ട് ഷെയർ ചെയ്യാം. അല്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം പ്രധാനമായിട്ടും ഈ പറഞ്ഞ വിഷയമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. അത് ഓപ്പൺ ആയിട്ട് സമയമുണ്ട്, നമുക്കത് കുഴപ്പമില്ല, ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ഒരു ഡൗട്ട് വരും. ഇപ്പം ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ ഭയങ്കര അഡിക്റ്റഡ്. അപ്പം വേണ്ടാന്ന് വിചാരിക്കും, പ്രാർത്ഥിക്കും, അതൊക്കെ മാറ്റി വെക്കും. പക്ഷെ കുറച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്നു. അത് ഈ സ്പിരിറ്റ് തന്നെയാണ് അടിമ ആക്കി വെക്കുന്നത്. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഇത് ഞാനത് ടച്ച് ചെയ്തില്ല. ഈ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര റീഇൻഫെസ്റ്റേഷൻ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറൻസ് നടന്നു, എന്നാലും ഇത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഏരിയയാണ്. പക്ഷെ എന്താ പറയുക, അവിടെയാണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടലിന്റെ ആവശ്യം വരുന്നത്. നമ്മൾ ആ അതോറിറ്റിയിൽ ഗ്രോ ചെയ്യുകയും മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ ഓപ്പോസിറ്റ് സ്പിരിറ്റിൽ പോകണം. എന്ന് വെച്ചാൽ അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇനിഷ്യലി ചിലപ്പോൾ നമ്മൾ ഇത്തിരി വില്ലിങ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അത് എന്താ പറയുക, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ള സകലതും ഓൾറെഡി അവൻ നമുക്ക് നൽകിയിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA-യിൽ, സ്പിരിച്വൽ DNA-യിൽ നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള സകല കാര്യങ്ങളും അത് നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്, കർത്താവ് തന്നിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നിടത്താണ് വേറെ വീണ്ടും ഈ നമ്പർ സിസ്റ്റത്തിൽ പറയാം. നമ്മളിപ്പം ഒരാൾ ആൽക്കഹോളിന് ഭയങ്കര അടിമയായിരുന്നു. അപ്പൊ ആഴ്ചയിലും സാലറി കിട്ടുമ്പോഴത്തേക്കും മാസത്തിലും വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ എന്താ പറഞ്ഞ അറിയാതെ പുള്ളിയുടെ വണ്ടിയോ ബാറിലേക്ക് തിരിയും. പുള്ളി തന്നെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് അവസാനം പൈസ ഒന്നും വീട്ടിൽ വരത്തില്ല. ഭയങ്കര ആൽക്കഹോൾ അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഡെലിവറൻസ് നടന്നു കഴിയുമ്പോൾ താൻ ഫ്രീ ആകും. മദ്യപാനം നിർത്തി. പക്ഷെ എന്നും വീട്ടിലെത്തിക്കഴിഞ്ഞ് TV കണ്ടോണ്ടിരിക്കുമ്പോഴെല്ലാം ഫ്രണ്ട്സ് എല്ലാം ബാറിലായിരിക്കുന്നതായിരിക്കും താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു കംപ്ലീറ്റ് ഫ്രീഡം അല്ല. നമ്മൾ 0 വരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ 0-യിൽ നിന്ന് മുകളിലേക്ക് പോകുന്നിടത്താണ് നമ്മുടെ അതോറിറ്റി വർദ്ധിക്കുന്നത്. അപ്പോൾ പിന്നെ എത്ര ബാറ് കണ്ടാലും എത്ര പേര് മുമ്പിൽ വെച്ച് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും അതിനകത്ത് നമ്മുടെ ടെംപ്ടേഷൻ മീറ്റർ അനങ്ങത്തില്ല. നമ്മൾ അതിനകത്ത് ഭയങ്കര അതോറിറ്റി കർത്താവ് നൽകിയിരിക്കുന്നു. അപ്പൊ അത് ചിലപ്പോൾ ഇത്തിരി സമയം എടുത്തേക്കാം, പക്ഷെ അതിനകത്ത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്താ പറഞ്ഞ കുറച്ച് മനഃപൂർവ്വമായിട്ട് നമ്മൾ വില്ലിംഗ്ലി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് സ്ലോലി നമ്മുടെ അകത്ത് തന്നെയുള്ള ഈ സ്പിരിച്വൽ DNA-യിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കാര്യം ഗ്രേസ് കർത്താവ് നൽകിയിരിക്കുന്നു. അപ്പൊ അതാണ് എന്താ ന്യൂ ക്രിയേഷന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഹോളി സ്പിരിറ്റ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യുന്നിടത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫ്രീഡത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഈ കാര്യങ്ങൾ ഇത് പലപ്പോഴും വീണ്ടും വീണു പോകാൻ സാധ്യത കൂടുതലുള്ള ഏരിയയാണ്. പറഞ്ഞ സിസ്റ്റർ പിടികിട്ടിയോ? യെസ്, മനസ്സിലായി. വേറെ എന്തെങ്കിലും ആരെങ്കിലും ഇനി അതാ ഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു എന്താ പറഞ്ഞ ഒരു ബോൾനെസ് ഫീൽ ചെയ്തു. അതായത് എൻ്റെ ഞാനൊരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വിഷയം എൻ്റെ ഒരു സ്വന്തം ഐഡന്റിറ്റി. അപ്പം ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത പോലെ. താങ്ക് യു. അല്ല, ഈ ഐഡന്റിറ്റി എന്നുള്ള വിഷയത്തിലെ നമുക്കതിനകത്തൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യും. അപ്പൊ അത് ബ്രദർ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം ഈ ഐഡന്റിറ്റി എന്നുള്ള ടീച്ചിങ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം പുതിയ നിയമത്തിൽ ബേസ് ചെയ്ത് കർത്താവിൽ ഞാൻ ആരാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പലരും. പക്ഷെ ഈ ഐഡന്റിറ്റി എന്നുള്ള വാക്കിനേക്കാളും കുറച്ചുകൂടെ ഇതിലൂടെ വ്യത്യസ്തമായിട്ടൊരു വാക്കെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെന്താ പറയുക, ലെജിറ്റിമസി എന്ന് പറയും. ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ. ഇപ്പം നമ്മൾ കേട്ടില്ല, സൺഷിപ്പ്, നമ്മളെ മക്കളാണ്. ഇപ്പം സൺഷിപ്പ് വേറൊരു രീതിയിൽ ആൾക്കാർ പറഞ്ഞാൽ സഭ എന്ന് നോക്കിയിട്ട് ചിലർ പറയും നമ്മൾ ബ്രൈഡാണ്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ മണവാട്ടിയാണ്. അപ്പം സൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മള് ഞാൻ പുത്രനാണെന്ന് പറയുമ്പോൾ അപ്പൊ സ്ത്രീകൾക്ക് അന്നേരം ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ മകൾ, അപ്പൊ മനസ്സിലായില്ല. അല്ലെങ്കിൽ ഞാൻ മണവാട്ടി എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് അതൊരു എന്താ. പക്ഷെ നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാണ്. മണവാട്ടി എന്ന് പറഞ്ഞാൽ ഞാനും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം സഭയുടെ ഭാഗം. അതുപോലെ പുത്രൻ, സൺഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പെണ്ണുങ്ങളും എല്ലാവരും ഉൾപ്പെടെയാണ്. അപ്പൊ ഇതിനകത്തൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ഫ്രീ ആവാൻ പറ്റും. ഒന്ന്, സൺഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പേർക്ക് അത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിതാവിന്റെ, ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചെയ്ത് അതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ എൻ്റെ സന്തോഷം പിതാവ് കാണുന്നുണ്ട്, ഞാൻ സന്തോഷിക്കുന്നത്. അപ്പൊ പിതാവ്, വേറെ രീതി ഞാൻ പറയാം. അപ്പൊ എനിക്ക് ഒരു മകനുണ്ടെന്ന് വയ്ക്കുക. അപ്പൊ ആ മകൻ ഒരു കാര്യം ചെയ്ത് അവൻ സന്തോഷിക്കുകയാണ്. അത് സ്പിരിച്വൽ. അപ്പൊ ഈ ശരിക്കും ഇപ്പം ആഹാരവും എല്ലാം പലതും നമ്മൾ ഫാസ്റ്റിംഗ് പ്രയർ ആണ് എങ്കിൽ കൂടി പല എല്ലാം ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് പല കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില മോശമായിട്ടുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നു, ഏതെങ്കിലും നല്ല കാര്യങ്ങൾ, ഫുഡ് കഴിക്കുന്നോ, ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് ഒരാൾ സന്തോഷിക്കുമ്പോൾ, എൻ്റെ മകൻ അത് സന്തോഷിക്കുമ്പോൾ ഞാനത് കണ്ട് സന്തോഷിക്കുകയാണ്, അവൻ സന്തോഷിക്കുന്നത് കണ്ടിട്ട്.
കാര്യം എൻ്റെ മകനാണല്ലോ. അപ്പൊ അവൻ സന്തോഷിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നത് അവന് മനസ്സിലാവുകയാണ്. അപ്പൊ അവൻ കാണുകയാണ് ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു അറിവാണ് ശരിക്കും പറഞ്ഞ സൺഷിപ്പ് എന്നുള്ളത്. എനിക്കറിയത്തില്ല നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോന്ന്. ഇന്ന് രാത്രി അത് നിങ്ങൾക്കത് പിടിക്കാമെങ്കിൽ പിടിച്ച റിസീവ് ചെയ്ത ഭയങ്കര ഒരു റെവലേഷനാണ്. ഇപ്പൊ ഞാൻ സന്തോഷിക്കുകയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ. ഒത്തിരി വേണമെങ്കിൽ സ്പിരിച്വൽ ആക്കി വേണമെങ്കിൽ പറയാം, ബൈബിൾ വായിച്ചു അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്ത് സന്തോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നു എനിക്ക്. ചിലർ ചിലപ്പോൾ ക്രൈസി ആയിരിക്കും ഡ്രൈവിങ്. അപ്പൊ എനിക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് പിതാവ് ഞാൻ സന്തോഷിക്കുന്നത് കണ്ട് പിതാവ് സന്തോഷിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ സൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര ബോധ്യം ഉണ്ടാവുകയാണ് പിതാവ് എന്നിൽ സന്തോഷിക്കുന്നു ഞാനൊരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പൊ ഇതാണ് സൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് ടച്ച് ചെയ്ത് സ്പിരിറ്റ് എന്നുള്ള ഏരിയയിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആത്മാവുണ്ട്, നമുക്ക് എന്താ പറഞ്ഞ നമ്മുടെ ബ്രെയിനിലാണ് കൂടുതലും. ബ്രെയിനാണ് നമ്മുടെ സ്പിരിറ്റും സോളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് അനേക ഡ്രീംസും, നമ്മുടെ സ്പിരിറ്റ് ഉറങ്ങുന്നില്ല, നമ്മുടെ സോളിനാണ് റെസ്റ്റ് ആവശ്യം വരുന്നത്, ശരീരത്തിനും. നമ്മുടെ സ്പിരിറ്റ് ഒരിക്കലും ഉറങ്ങുന്നില്ല, മനുഷ്യന്റെ ആത്മാവ്. അപ്പൊ ആ സമയത്ത് മനുഷ്യ ആത്മാവ് ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല റെവലേഷൻസും സ്വപ്നങ്ങളൊക്കെ ദൈവത്തിൽ നിന്നുണ്ടാകും. പക്ഷെ നമ്മൾ ഉണരുമ്പോഴത്തേക്ക് പലർക്കും അത് മറന്നു പോകുന്ന കാര്യം നമ്മുടെ സ്പിരിറ്റും സോളുമായിട്ടുള്ള ആ ഒരു ബാരിയറിലാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നിടത്താണ് നമുക്ക് ആത്മാവിൽ കാണാനും അത് നമുക്ക് എഴുതി വെക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ഈ നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ആത്മാവിലല്ല, നമ്മുടെ സ്പിരിറ്റിൽ നമുക്കൊരു വലിയ ബോധ്യം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ആ ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ അമ്മ ഇങ്ങനെ മാറോട് ചേർത്ത് വെക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു സംരക്ഷണം ഉണ്ടല്ലോ, ഒരു ഭയങ്കരമായ ഒരു ഫീലിംഗ്, ഒരു ബോധ്യം. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, എന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ഞാൻ വളരെ സുരക്ഷിതമാണെന്നുണ്ടാകുന്ന ആ ഒരു വാംനെസ്, ആ ഒരു ഫീലിംഗ് നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ആത്മാവിന് കിട്ടുന്നിടത്താണ്, അതായത് ദൈവത്തിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, അതിനെയാണ് നമ്മളിപ്പം ലെജിറ്റിമസി എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് ഈ ഐഡന്റിറ്റി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത്. പക്ഷെ അത് ഡീപ്പ് ഡൗണിൽ നമ്മുടെ സ്പിരിറ്റിലേക്ക് ചെല്ലുന്നിടത്താണ് ഒരാൾ ഭയങ്കരമായിട്ടും എന്താ പറഞ്ഞ ആ ഒരു ബോധ്യത്തിൽ വളരാനായിട്ട് ഇടയാവുന്നത്. അപ്പൊ ഇത് സ്പിരിറ്റിൽ സംഭവിക്കണം. സ്പിരിറ്റിൽ നമുക്കത് ഉണ്ടാകുന്നിടത്ത് വേറെ ഇപ്പൊ എങ്ങനെ പറഞ്ഞത്, ലെജിറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വേറെ വാക്ക് എന്താ പറഞ്ഞ, ഒരു സർട്ടിഫിക്കറ്റ് നാട്ടിലൊക്കെ ഇപ്പൊ ഡിഗ്രി ഒന്നും പഠിക്കാതെ ഫേക്ക് ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് ഒരാൾ ഉണ്ടാക്കിയെന്ന് വെച്ചു. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ അത് ലെജിറ്റിമേറ്റ് അല്ല. ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് നോക്കുമ്പോൾ അപ്പൊ അവരതിന് എന്താ പറഞ്ഞ, അത് ഇല്ലിജിറ്റിമേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ഒരു രീതി പറഞ്ഞാൽ നമ്മള് വിവാഹത്തിന് പുറത്ത് മക്കളുണ്ടാകുന്ന ഒരാൾ വിവാഹം കഴിക്കാതെ തന്നെ, അപ്പൊ അവരെ വേണേൽ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറയാം. എന്ന് പറയുന്ന പോലെ അതിന് ഓപ്പോസിറ്റ്, നമ്മൾ ദൈവത്തിന്റെ മകനാണെന്നുള്ള സൺഷിപ്പിലേക്ക് നമ്മൾ ട്രൂ ആയിട്ട് നമ്മുടെ സ്പിരിറ്റിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നിടത്താണ് ഈ ഐഡന്റിറ്റി വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ബോധ്യം ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ തന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ചേടെ. ആ ഒരു സ്പിരിറ്റിൽ ആ ഒരു ബോധ്യം ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുന്നിടത്ത് അപ്പൊ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗലാത്തി ലേഖനം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ, ഗലാത്തി ലേഖനത്തിലാണ് ഇത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, സൺഷിപ്പ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം ദിവസം വായിക്കുക. അതിൽ നമ്മൾ അത് നമ്മുടെ സ്പിരിറ്റിലേക്ക് കയറട്ടെ. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ? ഫാസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ല, അത് സിസ്റ്റർ, അതെ, ഇങ്ങനെ പറയണമെന്നില്ല. ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് വേറെ ടോപ്പിക്കിലോട്ട് കയറിപ്പോ.
അപ്പൊ ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട നമ്മുടെ എൻ്റെ ഒരു ഏരിയ കൂടുതലും ഡെലിവറൻസും ഇന്നർ ഹീലിംഗ് ഏരിയയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഡെലിവറൻസിന്റെ ഭാഗമായിട്ടുള്ളതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലെവിയാത്താൻ എന്ന് പറയും. അതൊരു സ്പിരിറ്റ്. അപ്പൊ ഈ ലെവിയാത്താൻ നമ്മുടെ ബ്രെയിനിൽ ഒരു സംഭവമുണ്ട്, പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ, അവിടെ നിന്നാണ് ഈ ഉറക്കത്തിനുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ അവിടെ ഈ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യും. അപ്പം ഉറക്കം ഉണ്ടാകാനുള്ള ആ ഒരു മെലറ്റോണിന, ആ ഒരു സാധനം റിലീസ് ആവും. അപ്പൊ അങ്ങനെ അത് സംഭവിക്കുന്നു. അപ്പൊ അത് ഈ ലെവിയാത്താൻ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് വെള്ളത്തിലാണ്, വാട്ടറിലൂടെയാണ്. ഈ ബ്രെയിൻ ഫ്ലൂയിഡിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള ലിക്വിഡ്, ഈവൻ നമ്മൾ താമസിക്കുന്നത് വെള്ളത്തിനടുത്താണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഒരു പോയിന്റ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ അടുത്ത് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കണം. വെള്ളത്തിനടുത്താണ് നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ്. ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അഷ്ടമുടി കായല്ല. അപ്പൊ ഞാൻ അതിന്റെ വീട്. അതാ കാര്യം. അപ്പൊ അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനും ഒന്നും പോകേണ്ട കാര്യമില്ല. അത് ഒക്കെ വേറെ ഒത്തിരി അത്രയും ഒരു ഇതിലേക്കൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ ആ താമസിക്കുന്ന സ്ഥലവും നമ്മുടെ ശരീരവും ഒക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ ഒരു കാര്യത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റഡി ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് എനിക്കിത് കഴിഞ്ഞ ദിവസം മനസ്സിലായിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമുക്കത് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് വെള്ളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഈ യോഗിന്റെ ഇത് നമ്മൾ യോഗിന്റെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ ലെവിയാത്താനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ ജസ്റ്റ് പ്രാർത്ഥിക്കുക. അപ്പൊ ആ ഒരു വാട്ടർ വേസ്, വെള്ളം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയുക. ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവെ സമയത്ത് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത് ഈ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആ ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ വാട്ടർ ശരീരത്തിലുള്ളതായാലും പുറത്തുള്ള അതായാലും എല്ലാ വാട്ടർ വേസും അങ്ങ് ക്ലെൻസ് ചെയ്യണം കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. In the name of Jesus, in the name of Jesus, Lord, send your cleansing angels. ശുദ്ധിയാക്കുന്ന, ക്ലെൻസ് ചെയ്യുന്ന അങ്ങയുടെ ദൂതന്മാരെ അയച്ച് scrub it clean, Lord, in Jesus' name. Jesus' name, come out of our life. In the name of Jesus, in the name of Jesus. Hallelujah. Thank you, God. Thank you, God. അതങ്ങനെ ക്ലെൻസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്റർ. ആ വിഷയം അതിനകത്ത് ക്ലിയർ ആയിക്കോളും. ഓക്കെ. അപ്പോൾ വേറെ ആരെക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഈ പ്രാർത്ഥിച്ച സമയത്ത്? എനിക്കൊരു ഡൗട്ട് ഫാസ്റ്റർ. നമുക്ക് ഇന്നർ വോൺസ് കംപ്ലീറ്റ്ലി ഹീൽ ആയെന്ന് എങ്ങനെ അറിയാം? ഞാൻ മെസ്സേജ് കേട്ടില്ല, സോറി. ഞാൻ ഹാഫ് വേയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. സോറി, നന്നായിട്ടൊന്നും കേട്ടില്ല. അത് കുഴപ്പമില്ല സിസ്റ്റർ. ഇന്നും പക്ഷെ നമ്മൾ ടച്ച് ചെയ്ത ടോപ്പിക്ക് വിക്ടിം സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു വിഷയമാണ് സംസാരിച്ചത്. ഇന്നർ ഹീലിംഗായിട്ട് ബന്ധപ്പെട്ടല്ല. പക്ഷെ ഇന്നർ ഹീലിംഗ് വൂൺസ് എങ്ങനെ ഹീലായെന്ന് അറിയാം എന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ നാരോ ചെയ്യണം. നമുക്ക് ഇപ്പം ഒത്തിരിയും വലിയ എന്താ പറയുക, നമുക്കൊരു ക്ലാരിറ്റി വേണം നമ്മളിപ്പോ ഒരു കാര്യമോട് അടുക്കുമ്പോഴേ. ഇപ്പൊ ഇന്നർ ഹീലായോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇന്നർ ഹീലിംഗ് ആവശ്യമുള്ള ഒരാൾക്കാണത്. ഇപ്പൊ ഇന്നർ ഹീലിംഗ് ആവശ്യമുള്ളത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇന്നർ ഹീലിങ്ങിന് കാരണമായ വിഷയങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കണം. അപ്പൊ അത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കാണുമല്ലോ. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അത് പ്രധാനമായിട്ടും എന്താ പറഞ്ഞ
അത് അഗൈൻ ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ ഈ നമ്മൾ സിമ്പിളായിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ആണ് നോക്കുന്നത് നമ്മൾ. ഇപ്പം നമ്മളൊരു ഇന്നർ ഹീലിംഗ് വേണ്ടത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതാണല്ലോ ഈ വൂണ്ടെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരാളെ ഡിവോഴ്സായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇന്നർ ഹീലിംഗ് വേണ്ട ആവശ്യമുള്ള ഏരിയയാണ്. ഇപ്പം നമ്മൾ ഇപ്പം സിസ്റ്റർ അതെല്ലാം ഒന്നും ഇപ്പം ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സിസ്റ്ററിന് അറിയാം എന്താണെന്നുള്ളത്. അപ്പം ആ ഇൻസിഡന്റ് എടുത്തിട്ട് ആ ഇന്നർ ഹീലിംഗ് വേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് നമ്മുടെ മെമ്മറിയിൽ പോകണം. ഇപ്പൊ മെമ്മറിയിലാണല്ലോ അത് കിടക്കുന്നത്, അവിടെയാണ് നമുക്ക് സൗഖ്യം വേണ്ടത്. അപ്പൊ മെമ്മറിയിൽ പോയിട്ട് ആ ഇൻസിഡന്റിനെ നോക്കുമ്പോൾ, ജസ്റ്റ് ഞാൻ ഉദാഹരണം പറയാണ്. ഇപ്പം ഹസ്ബൻഡുമായിട്ടൊരു വഴക്കുണ്ടായ ആളൊരു ഫൈറ്റ് ഭയങ്കര, അപ്പൊ ആ മെമ്മറിയിൽ ആ ഇൻസിഡന്റ് പോകുന്നു. ഇൻസിഡന്റ് പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിപ്പോ ബെഡ്റൂമിൽ വെച്ചാണ് സംഭവിച്ചതെങ്കിൽ ആ ബെഡ്റൂമിൽ ആ മെമ്മറിയിൽ ആ നടന്ന ദിവസം പോയി ഇത് നമ്മുടെ മെമ്മറിയിൽ കിടപ്പുണ്ട്. അവിടെയാണ് സൗഖ്യം വേണ്ടത് നമുക്ക്. അതിനെയാണ് നമ്മൾ വൂണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ വൂണ്ടിൽ മെമ്മറിയിൽ പോയി നോക്കുമ്പോൾ നമുക്കൊരു ഇമോഷൻ ഫീൽ ചെയ്യും. അപ്പൊ അത് ഭയങ്കര പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ പേടിയായിരിക്കും. അപ്പൊ ആ ഇമോഷൻ അവിടെ ഉണ്ടെങ്കിൽ, സിസ്റ്റർ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇമോഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഹീലായിട്ടില്ലെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവം സിസ്റ്ററിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, സിസ്റ്റർ ഒന്നും മാത്രമല്ല, ഇപ്പൊ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നർ ഹീലിംഗിൽ അല്ലെങ്കിൽ വൂണ്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കർത്താവാണ് ചെയ്യുന്നത്, നമ്മളല്ല. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഇമ്മാനുവൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇമ്മാനുവൽ വളരെ ഇന്നർ ഹീലിംഗിൽ ഭയങ്കര പോപ്പുലറായി അറിയപ്പെടുന്ന ഒരു ടൂളായത് ഇമ്മാനുവൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇമ്മാനുവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഇസ് വിത്ത് അസ്, നമ്മളോട് കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ സംഭവം നടന്നപ്പോഴും യേശു നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് മുമ്പായിരിക്കാം, എപ്പോഴായെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ കർത്താവിന് നമ്മളെ ലോകസ്ഥാപനത്തിന് മുൻപേ അവന് നമ്മെ അറിയാം. അപ്പം ആ ഒരു മുറിവുണ്ടായ സ്ഥലത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ പോയിട്ട്, ചിലരെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഭയങ്കര പെയിൻ ഉണ്ടായ സംഭവം ആയതുകൊണ്ട് പോകാൻ പാടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ മെമ്മറി പോയി സ്ട്രഗിൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളവരാണെങ്കിൽ, നമ്മൾ ആ മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേറൊരു നല്ല മെമ്മറി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ചില നല്ല അനുഭവങ്ങൾ ചിലപ്പോൾ കുറച്ചെങ്കിലും കാണുമല്ലോ. അപ്പൊ നല്ല ഏതെങ്കിലും ഒരു മെമ്മറി ഇപ്പുറത്ത് നമ്മൾ വെച്ചിരിക്കണം. പെട്ടെന്ന് ഈ പെയിനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ചിലരെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളത്, എല്ലാവരിലും എനിക്ക് ആ പെയിൻ ഫീൽ ചെയ്യുന്നു. എല്ലാവരിലും അത് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു റേപ്പിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ ആ മെമ്മറിയിലേക്ക് പോകാൻ അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ അങ്ങനെ വരുന്ന ആ സാഹചര്യത്തിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് ഇപ്പുറത്തൊരു നല്ലൊരു മെമ്മറി വെച്ചിരിക്കണം. ഏതെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ, ആരെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു അനുഭവം, അതിലേക്ക് നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആ വൂണ്ടിലേക്ക് പോയിട്ട് ആ മെമ്മറിയിൽ നമ്മൾ യേശുവിനെ നോക്കണം. കാര്യം ദാറ്റ്സ് ഇമ്മാനുവൽ, അവൻ നമ്മളോട് കൂടെയുണ്ട്. യേശുവിനെ ആ മെമ്മറിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനു മുമ്പ് നമ്മൾ ആദ്യം ആ ഇമോഷൻ നോക്കി വെച്ചിരിക്കണം. അത് പെയിൻ ആണോ, പേടിയാണോ? അപ്പൊ ഇമ്മാനുവൽ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. നമ്മൾ ആ മുറിവിലേക്ക് പോയിട്ട് യേശുവിനെ നോക്കുമ്പോൾ, കർത്താവിനെ നമ്മളവിടെ മിക്കവാറും എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ ആ മുറിയിൽ നോക്കുമ്പോൾ കർത്താവ് മുറിയുടെ ഏതെങ്കിലും സൈഡിലോ എവിടെയെങ്കിലും കാണും. അപ്പൊ നോക്കണം. നമ്മൾ ശരിക്കും നോക്കുമ്പോൾ കർത്താവിനെ കണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ ശ്രമിക്കുന്നിടത്താണ്. ഇതൊരു പ്രോസസ്സാണ്. ഇത് സമയമെടുക്കും. ഇപ്പൊ ഇന്നർ ഹീലിംഗ് നടത്തുന്നവർ അവരോട് ചോദിക്കും എന്താണ് കർത്താവ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു സെഷൻ ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ അവിടെ ആണ് ഈ സൗഖ്യം നടക്കുന്നത്. ഇപ്പൊ കർത്താവിനെ കണ്ട് സംസാരിക്കുന്ന ആ മൊമെന്റിൽ, ആ ചില മിനിറ്റുകളിൽ ആ മുറിവിന് സൗഖ്യം ഉണ്ടാകും. അപ്പൊ ആ സൗഖ്യം ഉണ്ടായെന്ന് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ സൗഖ്യം ഉണ്ടായെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇമ്മാനുവൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ മെമ്മറിയിൽ പോയ ആ വൂണ്ടിൽ നോക്കുമ്പോൾ
ആ ഇമോഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആ ഇമോഷൻ അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് സൗഖ്യമായെന്നുള്ളത്. അപ്പൊ അത് വീണ്ടും ആ ഇമോഷൻ അവിടെ, ആ പെയിനോ പേടിയോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൗഖ്യമായിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഇതേ എക്സസൈസ് വീണ്ടും തുടരുക, വീണ്ടും കർത്താവിനെ നോക്കുക. അപ്പൊ ചിലരെ സംബന്ധിച്ച് കർത്താവിനെ കാണാനായിട്ട് ഇത്തിരി പ്രയാസം വരും. കാര്യം ചില ആൾക്കാർക്ക് അവരുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ, ചിലർ അങ്ങനെ കണ്ടിട്ടുണ്ട്, ചിലര് ബുദ്ധിമുട്ടായിരിക്കും കർത്താവിനെ കാണാൻ. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മൾ ഇത്തിരിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള വേയിൽ ഇത് ചെയ്യും. ഇപ്പൊ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, വാതിൽ തുറന്നു കഴിയുമ്പോൾ ഞാൻ നിന്നോട് കൂടി അകത്ത് വന്ന് അത്താഴം കഴിയും. അപ്പൊ നമ്മളപ്പോ ആ ഒരു എക്സസൈസിൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻ കുറച്ച് ഉപയോഗിക്കും. ഇമാജിനേഷൻ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നതല്ല, ഇത് സത്യമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഇന്ന് രാത്രിയും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അതാണ് ട്രൂത്ത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡോറിൽ മുട്ടുന്നതായിട്ടുള്ള ഒരു ഇമാജിനേഷൻ, നമ്മൾ ഡോറ് തുറക്കുന്നു, കർത്താവിനെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്നിരുത്തുന്നു, എന്നിട്ട് കർത്താവിനോട് ചേർന്ന് നമ്മൾ ഈ മെമ്മറിയിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങളെ നമ്മൾ അവിടെ വെച്ച് കർത്താവുമായിട്ട് സംസാരിച്ച് സൗഖ്യം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ സിസ്റ്റർ? പറഞ്ഞത് മനസ്സിലായി പാസ്റ്ററെ. ഈ വിക്ടിം സ്പിരിറ്റും നമ്മുടെ ഇന്നർ ഹീലിംഗുമായിട്ട് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ പാസ്റ്റർ? അല്ല, ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാര്യം ഈ വൂണ്ടുള്ളിടത്താണ്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഈ ആ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ, ഈ ബേസിക്കലി എന്താ, ഈ പിശാചിനെ കുറിച്ച് എന്താ പറയുന്നത്, കിങ് ഓഫ് ബെൽസബൂൽ എന്ന് പറഞ്ഞ ദ കിങ് ഓഫ് ഫ്ലൈസ്. ഇപ്പൊ ഈ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നിടത്താണ് ഈച്ചകൾ വരുന്നത്. അപ്പൊ ഈ വൂണ്ടുള്ളിടത്താണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായത്? അപ്പൊ ആ വൂൺസ് ഡീമൺസിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ എന്താ പറയുക, അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആദ്യം ഹീലിംഗ്, ഇന്നർ വൂണ്ടിന് ഹീലിംഗ് റിസീവ് ചെയ്യുകയും പിന്നീട് ഈ ഡീമൺസ് ഇൻവോൾവ് ആണെങ്കിൽ അതിനെ നമ്മൾ പുറത്താക്കുകയും വേണം. അപ്പൊ അങ്ങനെ ഇത് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ എവറി സിറ്റുവേഷൻ. അത് സിസ്റ്ററിന്റെ ആ സാഹചര്യത്തിൽ ഉണ്ടായ കാര്യം എന്താണെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം എനിക്കിപ്പോൾ അത് അറിയത്തില്ലല്ലോ എന്തായിരുന്നു സംഭവം എന്നുള്ളത്. അപ്പൊ അത് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇപ്പൊ ഇന്നർ വൂണ്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം സൗഖ്യമാക്കുക. അല്ലാതെ നമ്മൾ ഡെലിവറൻസ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവ് ആദ്യം സൗഖ്യമാക്കിയിട്ട്, അതിന് പല ആൾക്കാർ പല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചിലർ ആദ്യം ഡെലിവറൻസ് ചെയ്തിട്ട് പിന്നെ, പക്ഷെ അങ്ങനെ ഏത് രീതിയിലായാലും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ എനിക്ക് മനസ്സിലായ ഒരു ഇത്തിരിയുടെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം, സൗഖ്യം ആദ്യം എടുത്തിട്ട് പിന്നീട് ഡെലിവറൻസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പാസ്റ്റർ നമ്പർ ഒന്ന് തരാവോ? നമ്പർ തരണോ? മീറ്റിംഗ് നടക്കല്ലേ? അല്ല, അതല്ല, ഇതൊരു പ്രശ്നമായി. ഞാന് ഇവിടെ ഈ സമയം ഭയങ്കര ഡിഫറെന്റാ. അപ്പം ഇവിടെ ഇപ്പൊ രാത്രി എത്രയായി? 2 മണിയായി. അപ്പം ഇന്നിപ്പോ ഇങ്ങനെ സാറ്റർഡേ കാര്യം പറഞ്ഞത് കൊണ്ടാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇത് ടോപ്പിക് എടുക്കുന്നത് ഭയങ്കര കുറവാ പാസ്റ്റേഴ്സ്, അതുകൊണ്ടാ ഞാൻ അൺഎക്സ്പെക്ടഡ്. അല്ല, നമ്പർ വേണമെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. നമ്മുടെ അൽഫോൻസ സിസ്റ്ററിന്റെ അടുത്ത് മേടിച്ചാൽ മതി. ഓക്കെ സോറി റെക്കോർഡഡ് ആണ് മെസ്സേജ്, സോറി. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ചോദ്യങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? വേറെ എന്തെങ്കിലും നമ്മൾ ഈ വിഷയം സംസാരിച്ചതിന് ശേഷവും അതിനുശേഷവും പ്രാർത്ഥിക്കുന്ന സമയത്തും ആർക്കെങ്കിലും ഇന്നത്തെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? ഫസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് തലയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷിവറിങ് പോലെ, ഒരു കറങ്ങുന്ന പോലെ പെട്ടെന്ന് ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി.
അല്ല അതാണ് സംഭവം. ഈ ലെവിയാത്താൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബ്രെയിൻ ഫ്ലൂയിഡിലൊക്കെ അത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഇങ്ങനെ വരും. അപ്പൊ അത് ആണ് ഈ ഉറക്കം ഉണ്ടാക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് ചിലര് നമുക്ക് ഈ റൈറ്റ് സൈഡിലൂടെ ഭയങ്കര പെയിൻ എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നത് പ്രാർത്ഥന ഭയങ്കര വേദന. സിസ്റ്റർ, എനിക്ക് വേണ്ടി കൂടെ ഒന്ന് ഞാനും ചിലപ്പോ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട് എനിക്കും. ഓക്കെ. അല്ല അത് ഇപ്പൊ ഇങ്ങനെ നമ്മളത് വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളിത് വിക്ടിം സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം വിക്ടിം ആണെന്നോ എല്ലാം ഈ ഒരു സംഭവമാണെന്ന് ചിന്തിക്കരുത്. ഇപ്പൊ അത് അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നമ്മളത് പ്രാർത്ഥിച്ചത് ക്ലിയർ ആവുന്ന അത്രേ ഉള്ളൂ. അപ്പൊ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പലരും ഇതിനകത്ത് സ്പിരിച്വൽ കാര്യങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ അവർ ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവെ, അത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ ഒരു സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് അങ്ങനെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ക്ലെൻസ് ചെയ്യുന്ന ദൂതന്മാരെ അയച്ച് ആ വാട്ടർ ബോഡീസും ആ ശരീരത്തിലൊക്കെ ഉള്ള ആ വാട്ടർ ലിക്വിഡ് ഫ്ലൂയിഡ്സും അങ്ങനെയുള്ള മേഖലകളെല്ലാം അങ്ങ് ക്ലെൻസ് ചെയ്യണമേ, സൗഖ്യമാക്കണമേ. എന്നിട്ട് അവരെ പൂർണ്ണമായി ഇതിൽ നിന്ന് വിടുവിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്. ജീസസ് നെയിം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കംപ്ലീറ്റ് ഹീലിംഗ് ഇൻ ജീസസ് നെയിം. പൂർണ്ണമായ വിടുതൽ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. താങ്ക് യു ഗോഡ്. Thank you, Pastor. Okay, thank you. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മധ്യേ വന്ന് ഹല്ലേലൂയ. ഇത് ഇന്നത്തെ കാലത്ത് നേരത്തെ ഷീന സിസ്റ്റർ പറഞ്ഞ പോലെ അധികം ആരും എടുക്കാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ എന്നോട് ദൈവം ഇടപെട്ട കാര്യം എന്താ, വിക്ടിം സ്പിരിറ്റ് ഉള്ളവർക്കൊക്കെ ഇന്നർ വൂൺസ് ഉണ്ടാകും, ഇന്നർ ഹീലിങ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒരു കാരണം ഇല്ലാതായിരിക്കും മിക്കവാറും ഒരു അബ്യൂസ് ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ഓരോ കാര്യം. അപ്പോൾ അവിടെ എല്ലാം ഒരു ഇന്നർ വൂൺസ് ഇതിനകത്ത് ഇന്നർ ഹീലിംഗ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്ന് കേട്ട് എല്ലാവർക്കും, ഞാൻ പറയുന്ന ഇത് കേട്ട് ഇത് മനസ്സിലാക്കിയവർക്കൊക്കെ ഹല്ലേലൂയ ഇന്ന് അതിൻ്റെ മേലൊരു ഡെലിവറൻസ് ആയിരിക്കും. ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ഹല്ലേലൂയ അധികാരം പ്രസംഗിക്കാത്ത കാര്യം ഇതിന് ഒരുപാട് ക്രിറ്റിസിസം വരുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് പേര് ഇതിനെതിരായിട്ടും ഹല്ലേലൂയ ആർഗ്യുമെന്റ്സിലും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ. പക്ഷേ എന്നാലും നല്ല ധൈര്യത്തോടെ ഇപ്പോഴും പാസ്റ്റർ എനിക്ക് പാസ്റ്റർ ശുശ്രൂഷ ഒരുപാട് അനുഭവങ്ങൾ. എനിക്ക് ഞാൻ പേഴ്സണൽ ടെസ്റ്റ് പറയാൻ എനിക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാതെ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഫാസ്റ്റ് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് ഫാസ്റ്റ് ഓർക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഒരാഴ്ച ഉറങ്ങി മടുത്തിട്ട് ഫാസ്റ്റ് ഉറക്കം വരാൻ പ്രാർത്ഥിക്കാൻ പറയാം. അതുപോലെ അത്രയ്ക്ക് ഡെലിവർ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ആരെങ്ങനെ ഏത് സെൻസിൽ എടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എടുക്കുന്നവരത് നല്ല സെൻസിൽ തന്നെ എടുക്കുന്നെങ്കിൽ അവർക്കിത് ഭയങ്കര ഡെലിവറൻസ് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത്, ഇന്നലെ ഞാനും പറഞ്ഞ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ ഇതൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മുടെ അകത്തുള്ളൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിച്വൽ മാൻ എത്രത്തോളം ശക്തി, എത്രത്തോളം പരിജ്ഞാനം പ്രയോഗിക്കുക, അത്രത്തോളം നമ്മുടെ ക്രിസ്തീയ ജീവിതം സക്സസ്ഫുള്ളി മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആ നിന്നിടത്ത് തന്നെ ഇരുന്ന് കെട്ടിയിട്ട വഞ്ചി അവിടെ നിന്ന് തൊഴുന്ന പോലെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഹല്ലേലൂയ ഇത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ കേട്ടവരൊക്കെ ഹല്ലേലൂയ അവരൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ, നേരത്തെ പാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഇന്ന് ഭയങ്കര വെച്ചാൽ, നമ്മളെപ്പോഴും ഇതിൽ വിടുവിക്കപ്പെടേണ്ട ഡെലിവറൻസ് വരും. എന്നിട്ട് നമ്മൾ വന്നിരിക്കുന്ന സീറോയില്ല. ആ സീറോയിൽ നിൽക്കും വീണ്ടും നമ്മൾ വീണ്ടും മൈനസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. പക്ഷേ ആ സീറോയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പ്ലസ് ആയി വരണം. അത് എന്താ നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, അതിൽ നിന്ന് ജയിച്ചു കഴിയുമ്പം അത് എന്താ പറയുക, ചെയ്യാതെ ഇരിക്കുന്ന മാത്രമല്ല, മറ്റുള്ളവർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ജയിക്കുന്നതെന്ന്. അതാണ് ഇന്ന് എനിക്ക് കിട്ടിയൊരു പാഠം ഇതിനകത്തുനിന്ന്. ഹല്ലേലൂയ. ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതിനോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ഗോഡ്മർ പോയാ? ഉണ്ട്. ബ്രദറെ പ്രാർത്ഥിക്കുക. ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെന്താ പറയാ, നാളത്തെ നമ്മുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ആശീർവാദം പറയും. ഹല്ലേലൂയ. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കാലം കർത്താവെ ഞങ്ങളെ ബ്ലസ് ചെയ്തതിനായി ഞങ്ങളെ നന്ദി പറയുന്നു.
കർത്താവെ പ്രിയ ദേവദാസന്റെ കൂടെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ വചനത്തിൻ്റെതായിട്ടുള്ള കർത്താവെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള കർത്താവെ ഹല്ലേലൂയ വലിയ കാര്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവ് വാഴുവാനാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ള കർത്താവ് വലിയൊരു സത്യം കർത്താവെ. എന്നാൽ പലപ്പോഴും കർത്താവെ ശത്രുവാകുന്നതൻ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ലെജിറ്റിമസി അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടേതായിട്ടുള്ള കർത്താവെ ഞങ്ങളുടെ ഏത് അവസ്ഥയിലാണെന്നുള്ളത് കർത്താവെ ഹല്ലേലൂയ മറക്കുമാറ് കർത്താവെ അബ്യൂസീവിലൂടെയും കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ പലപ്പോഴും കൺട്രോൾ ചെയ്യുകയും കർത്താവെ ഞങ്ങളുടെ ഇന്നർ മനുഷ്യനെ കർത്താവെ തള്ളത്തുവാതൊക്കെ ശത്രുവാകുന്നവന്റെ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന്റെ കൂടെ ആ വലിയൊരു വചനം കർത്താവെ ഞങ്ങൾക്ക് കർത്താവ് കേൾപ്പിച്ച് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ദൈവം വിളിച്ചിട്ടുള്ളതായിട്ടുള്ള ആ കർത്താവെ ആ കോളിങ് കർത്താവ് ആയതായിട്ടുള്ള കർത്താവെ ഞങ്ങളുടേതായിട്ടുള്ള ബീയിങ്ങിനെ കർത്താവെ ഫ്രീഡം ആക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിലൂടെയും കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്റെ വാക്കുകളിലൂടെയും കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന എല്ലാ സത്യങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളെല്ലാവരും ഓരോ വ്യക്തി ജീവിതങ്ങളാണ് കർത്താവിന് വേണ്ടി പ്രയോജനപരമാണല്ലോ കർത്താവെ. ഞങ്ങളെ മുന്നോട്ട് വിടാതെ വെല്ലുവിളിക്കുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും വിടുവിക്കുകയും ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാക്കണം. പൂർണ്ണ ക്രിസ്തുവിലുള്ള കർത്താവെ ആ മക്കളെന്നുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കണം സ്വർഗമേ കർത്താവെ. ഇന്നത്തെ സെക്ഷനിലൂടെ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ ഹല്ലേലൂയ അനേകരെയും കർത്താവെ അവരുടേതായിട്ടുള്ള മുറിവുകളിൽ നിന്നും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലെ എല്ലാ കർത്താവെ വീഴ്ചകളിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം സ്വർഗീയ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവും അറിവും ആമേ ജ്ഞാനവും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ പ്രത്യേക അധികാരവും കൊടുത്ത് പിന്നെ നീ മാനിക്കമാറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വലിയൊരു ശുശ്രൂഷകനായി മാറുവാൻ അനേകർക്ക് കർത്താവെ ആശ്വാസപ്രദനായി തീരുവാൻ തക്കണം. കർത്താവിന്റെ ദാസനെ പിന്നെ ശക്തമായി ഉപയോഗിക്കണം. ഫാമിലിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിറച്ച് ആമേൻ ഹല്ലേലൂയ ചെല്ലുന്നിടത്തല്ല ഒരു അനുഗ്രഹമായി തീരും കൃപയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സെഷനെ അറ്റൻഡ് ചെയ്ത എല്ലാ ഞങ്ങളുടെ കർത്താവ് ഗ്രൂപ്പ് മെമ്പേഴ്സിനായി സ്തോത്രം ചെയ്യുന്നു. അവരെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കണം. ഈ ഒരു സെക്ഷൻ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കി കർത്താവെ പൂർണ്ണ വിടുതലോടുകൂടി ആശ്വാസത്തോടുകൂടി പുതിയൊരു എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി നാളത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് ഈ വരും ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പുതിയൊരു കർത്താവെ വിളിയും കർത്താവെ ഒരു കർത്താവെ ആ ഒരു ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഞങ്ങൾ പുറത്തു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ അപ്പച്ചൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദാസനെ കുടുംബത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുറുബുകൾക്കും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കുറുബുണ്ടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവൻ ദൈവത്തിന്റെ സ്നേഹം പുത്രനാം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹോദരൻ ഞങ്ങളോട് കൂടി കർത്താവ് പങ്കെടുത്ത എല്ലാവരോടും വചന സുശ ദൈവദാസനും കുടുംബത്തോടും കൂടി ഇന്ന് വരുന്നേക്കും ഉണ്ടായമാരട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. വർക്കണമെന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ നമ്മുടെ മധ്യ വചന ശുശ്രൂഷ ടിനു ടോണി സിസ്റ്ററാണ്. നല്ല ശക്തിയായ ശുശ്രൂഷയാണ് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത്. എല്ലാവരും സമയത്ത് തന്നെ കടന്നു വരിക. ദൈവം അനുഗ്രഹിക്കട്ടെ.